നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കടിച്ചതിലും വലുതാണ് പൊനത്തിലുള്ളത് എന്ന് പറയും പോലെയാണ് പശ്ചിമേഷ്യയിലെ അവസ്ഥ. ഇതുവരെ നടത്തിയതൊന്നുമല്ല ആക്രമണത്തിൻ്റെ വലിയ തരംഗം വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഇന്ന് മുന്നറിയിപ്പ് നൽകുന്നത്. നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് ഇരു നേതാക്കളും നൽകുന്നത്. ട്രംപ് ആക്രമണത്തിൻ്റെ 4 ലക്ഷ്യങ്ങളും വെളിപ്പെടുത്തുന്നു. 1. ഇറാന്റെ മിസൈൽ ശേഷി നശിപ്പിക്കുക. 2. ഇറാൻ നാവികസേനയെ ഉന്മൂലനം ചെയ്യുക. 3. ഇറാന്റെ ആണവമോഹം അവസാനിപ്പിക്കുക. 4. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ആയുധം നൽകുന്നത് നിർത്തുക. ഒപ്പം ഇറാനിൽ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരായ കടുത്ത ആഭ്യന്തര പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്ത ഇറാനിൽ പുതിയൊരു ഭരണക്രമം സ്ഥാപിക്കും എന്നുകൂടി നെതന്യാഹു കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത്തരമൊരു ഘട്ടം വന്നാൽ കയ്യിലെ അവസാന ആയുധവും എടുത്ത് ഇറാൻ പ്രയോഗിക്കാം. എറിഞ്ഞ കല്ല് പോലെ പിന്നീട് ലക്ഷ്യം മാറ്റാൻ കഴിയാത്ത, തൊടുത്താൽ നിയന്ത്രണമില്ലാത്ത എണ്ണമറ്റ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാന്റെ ശക്തി. ഏറെ വിദൂരമായ അമേരിക്കയ്ക്ക് ഇതിൽ പേടിക്കേണ്ടതില്ല. 1500 കിലോമീറ്റർ അകലെയുള്ള ഇസ്രയേലിനും ഒരു പരിധിക്കപ്പുറം പേടിക്കേണ്ടതില്ല. പക്ഷേ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികളും അധിവസിക്കുന്ന GCC രാജ്യങ്ങളുടെ അവസ്ഥ അതല്ല. ഇറാൻ ആക്രമണത്തിൻ്റെ കെടുതികൾ നേരിടേണ്ടി വരിക ഈ രാജ്യങ്ങളാവും. നമ്മളെ ആശങ്കപ്പെടുത്തുന്ന പ്രധാന ഘടകവും ഇതാണ്. യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇറാൻ തിരിച്ചടിക്കുമോ തകർന്നടിയുമോ? ഈ ചോദ്യത്തിന് മുന്നിലാണ് ലോകം. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകരായി ചേരുന്നത്. ശ്രീ മുഹമ്മദ്, ഇറാനു മേൽ അന്തിമമായ യുദ്ധം വരാൻ പോകുന്നതേ ഉള്ളൂ, ഇതുവരെ ആക്രമിച്ചതൊന്നുമല്ല, യഥാർത്ഥ തരംഗം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. നെതന്യാഹുവും അതുതന്നെ ഏറ്റുപറയുന്നു. അപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് കടുത്ത തിരിച്ചടി ഉണ്ടാകുമോ? ഇറാൻ തകർന്നു വീഴുമോ? എന്തായിരിക്കും ഭാവി ഉണ്ടാവാൻ സാധ്യതയുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോ ഈ യുദ്ധം തന്നെ ട്രംപിന്റെ ആവശ്യമാണ്, നെതന്യാഹുവിന്റെ ആവശ്യമാണ് അല്ലേ? യുദ്ധം നടക്കണം എന്നുള്ളത് ഈ രാജ്യത്ത്. അതെ. ഇപ്പൊ നിങ്ങളെ ചാനൽ ഇപ്പൊ അവിടെ എഴുതി കാട്ടി, മറ്റേ ഇത് വരുന്നതും മറ്റേ വരുന്നതും എണ്ണ വരുന്നതും വേറുള്ളതൊക്കെ എഴുതി കാട്ടി. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യൻ തകരുന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പൊ അതേപോലെ ഇവിടെ രാജ്യം നശിക്കാൻ വേണ്ടിയിട്ട് ഈ 2 നെതന്യാഹുവും ഈ ട്രംപും മനക്കെട്ടാല് അവരൊന്ന് അമരടിയിൽ നിർത്തണം. അതിന് സാധിക്കണം ഈ ഇന്ത്യ രാജ്യത്ത്. ഓരെ സ്നേഹിക്കലല്ല ആവശ്യം, ഓരെ വെറുത്തിട്ട് അവരെ നശിപ്പിക്കാൻ നോക്കണം എന്നുള്ളത്. ഇവിടെ രാജ്യം മുഴുവൻ, ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ ലോകത്തിനെ സർവനാശിക്കാരം യുദ്ധം എന്നുള്ളത്. അപ്പൊ ഇനിയൊരു സർവനാശം ഇവിടെ ഉണ്ടാകാൻ അനുവദിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, എന്താവും ഇനി ഉണ്ടാവാൻ പോകുന്നത്? ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിന് മുന്നിൽ ഇറാൻ തിരിച്ചടിക്കുമോ അതോ ഇറാൻ തകർന്നടിയുമോ? നമസ്കാരം കിരൺ സാറേ. നമസ്കാരം. അതായത് ഇവര് വേറെ മനസാക്ഷി ഒന്നും, അതായത് മനുഷ്യമൃഗത്തിന്റെ രൂപത്തിൽ ഇവർ ഗീഡി ആയിട്ടല്ലേ ചെയ്യുന്നത്. അതായത് ഇവർക്ക് ഒറ്റ ജന്മയില്ല, അത് ഇവർ മനസ്സിലാക്കുന്നില്ല. അതായത് ഈ കൊറോണ മറ്റ് കുറെ പ്രകൃതി തന്നെ ശിക്ഷിച്ചു, ഇത് മനുഷ്യൻ തന്നെയാണ് ശിക്ഷിക്കുന്നത്. അത് സാറേ ഇപ്പൊ ഇത് അതായത് ലോകരാഷ്ട്രം യൂണിറ്റി സംഘല്ലേ, രാഷ്ട്രസഭ, ഐക്യരാഷ്ട്രസഭ, അത് ഇവരെ നിലത്ത് നിർത്തണ്ടേ? അതൊരു കോടതിയല്ലേ, അവര് നിലത്ത് നിർത്തണ്ടേ? എന്താ പേടിപ്പിച്ചാൽ നിൽക്കൂലേ? ഈ ഭ്രാന്തന്മാർ, ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള ഈ ഈറ്റലിയനും പിടിച്ച് ജയിലിലിടുക എന്നിട്ടെങ്കിലും ഇനിയെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ ഈ ജനങ്ങളെ ഇനി മനസ്സിലാക്കാം, ശാന്തിയും സമാധാനവും തെറ്റിക്കണ്ടിക്കല് ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരെ പിടിച്ചിട്ട് ഇതാക്കുക. അതായത് രണ്ടും കണക്കാ. രണ്ടാളും നമ്മൾ വൺ റീജൻ വൺ കാസ്റ്റ് വൺ ഗോഡ് പുറമെന്ന് പറഞ്ഞ പോലെ എല്ലാവരും എല്ലാ മതവും ജാതിയെല്ലാം ഉണ്ടാകും. പക്ഷെ ഇത് മതഭ്രാന്തം പിടിച്ച് രാജ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അടക്കി എടുത്തിട്ട് ഒന്നും തിരിയുന്നില്ല ഇതിനൊന്നും. എന്നിട്ട് വാളെടുത്തവൻ, പണ്ടൊരു വാക്കുണ്ട്, വാളെടുത്തവൻ വേറെ ആളെ കൊല്ലണ്ടിക്കലോ വാളാൽ നശിക്കുന്നുള്ളത് ആ ഒരു
ആ ഒരു പാഠം ഇനി ഇന്ത്യക്ക് ഉൾക്കൊള്ളുന്നില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പശ്ചിമഘാതികളല്ല, ബുദ്ധി ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദിവാകരൻ, ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തങ്കോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇറാന്റെ പക്കൽ എത്ര ബാലിസ്റ്റിക് മിസൈൽ മാത്രമുള്ളൂ എന്നാണ് ലോകത്തിന് അറിവുള്ളത്. പക്ഷെ അത് എത്രയുണ്ട് എന്നതിൽ കാര്യത്തിലൊന്നും ഉറപ്പില്ല. ഇറാന്റെ ഡ്രോണുകൾ എന്ന് പറയുന്നത് തന്നെ ഒരേ സമയം 5 പോർമുനകൾ വഹിക്കാനൊക്കെ ശേഷിയുള്ള ഡ്രോണുകളൊക്കെയാണ്. അത് വലിയ യുദ്ധത്തിലൊക്കെ അവരെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 1000-ഓളം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തകർത്തുവെന്ന് അവകാശവാദങ്ങളൊക്കെ വരുന്നു. ഏറെക്കുറെ ശരിയായിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ എന്താവും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് അതിന്റെ സമീപത്തുള്ള GCC രാജ്യങ്ങളിലൊക്കെ അവസ്ഥ? അല്ല, ഇതിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാല് ഒരു കാരണവശാലും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇത് ഈ തൊട്ടടുത്തുള്ള അവരെ സഹോദര രാഷ്ട്രങ്ങളെ തന്നെ ആക്രമിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് അവരെ കൊണ്ട് അമേരിക്കയും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ഐഡിയ ആണ്. ഇത് ആ കയ്യിലുള്ള സാധനം വെച്ച് അവരെ ആക്രമിക്കുക. അതുവഴി ഇറാൻ എന്താ നേടുന്നത്? ഇറാൻ അവരെ മറ്റുള്ളവരെ ആ തൊട്ടടുത്തുള്ള സഹോദര രാഷ്ട്രങ്ങളെന്ന് പറയപ്പെടുന്ന അവരെയും കൂടെ ശത്രുത പിടിച്ചു വാങ്ങിക്കുകയാണ്. ആ രാജ്യത്ത് കിടക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങള് അവരെ രക്ഷിക്കാൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുറെ അന്തം കമ്മികൾ നടന്ന് പറയുകയാണ് പിന്നെ ദുഃഖം ആചരിച്ചില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന്. സ്വന്തം രാജ്യത്തെ പരമോന്നത നേതാവിനെ വധിച്ചിട്ട് അവിടെ ആഹ്ലാദ പ്രകടനം. ഇവിടെ ഇന്ത്യയിലിരിക്കുന്ന ജനങ്ങള് അതിനെ ഇന്ത്യയിലുള്ളവര് അതിന് നിഷേധിച്ചുകൊണ്ട് അവര് സമരം ചെയ്യുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ ഏത് രാജ്യത്തായാലും ഇപ്പോൾ അവിടുത്തെ ഖമനേയി ഭരണകൂടത്തിനെതിരെ ആഭ്യന്തരമായി വലിയ എതിർപ്പുണ്ട്. അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ രീതികളോടും അവരുടെ ഏകാധിപത്യ രീതികളോടും ഒക്കെ എതിർപ്പുണ്ട്. അതുപോലെ ലോകത്തെ ഏത് രാജ്യത്തായാലും മദൂറയെ പിടിച്ചുകൊണ്ട് പോയപ്പോഴും മദൂറയ്ക്കെതിരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഏത് രാജ്യത്ത് ഏത് ഭരണാധികാരി ആക്രമിച്ചാലും അത്തരം എതിർപ്പുകളൊക്കെ ഉണ്ടാവും. അത് കണ്ടല്ലോ നമ്മൾ തീരുമാനിക്കേണ്ടത്. സഹോദര, ഒരു കാര്യം മനസ്സിലാക്കിയോ? പകൽഗാമില് പാവപ്പെട്ട ജനങ്ങളെ മുണ്ടുപൊക്കി നോക്കിയിട്ട് വെടിവെച്ച് വന്നപ്പോ പഹൽഗാമല്ലല്ലോ വിഷയം. താങ്കൾ ഈ വിഷയം പറയുമ്പോൾ പഹൽഗാം ഒക്കെ പറയാം. അതും പറയും ഈ ആവേശം അതിന്റെ കാര്യമില്ലല്ലോ. പഹൽഗാമല്ലല്ലോ ഇവിടുത്തെ വിഷയം. അന്താരാഷ്ട്ര വിഷയങ്ങൾ പറയുന്നതിനിടയ്ക്കാണ് പഹൽഗാം. ഈ ആവേശമൊന്നും കണ്ടില്ല. അന്നത്തെ ആവേശമൊക്കെ ആളുകൾ കണ്ടതാണ് ഉണ്ണികൃഷ്ണൻ. താങ്കൾ അതും ഇതുമായിട്ട് ബന്ധിക്കേണ്ട കാര്യമില്ല. ഇന്ത്യ രാജ്യവുമായി ബന്ധപ്പെടുന്ന അത്തരം വിഷയമല്ല ഇപ്പോൾ നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധിയൊക്കെ ഇവിടെ ഈ എല്ലായിടത്തും സമരം ചെയ്യാനും ഈ ശരി, ഓക്കെ. എന്നാൽ താങ്കളുടെ അതിനപ്പുറം പറയാനില്ല എന്ന് മനസ്സിലാക്കുന്നു ഈ വിഷയത്തിൽ. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധത്തിന്റെ ഒരു ആശങ്കയിൽ നിൽക്കുകയാണ്. അത് അവസാനിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് ട്രംപ് പറയുന്നത് വലിയ തരംഗം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. നെതന്യാഹുവും അത് തന്നെ പറയുന്നു. സ്വാഭാവികമായും ഇറാന്റെ ഭാഗത്തു നിന്നും അവരുടെ ഉള്ള ആയുധങ്ങൾ എത്രയാണെന്ന് ആർക്കും അറിയില്ല. അത് വെച്ചുള്ള തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിൽ ലോകം നിൽക്കുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ട്രംപും നെതന്യാഹുവും ആദ്യം പറഞ്ഞത് അവിടുത്തെ ഒരു ഭരണമാറ്റമാണ് പറഞ്ഞത്. ആ ഭരണമാറ്റം സംഭവിക്കൂല എന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പോഴത്തെ ന്യായം എന്താണ്? അവിടുത്തെ മിസൈൽ ഉൽപാദന ആ കേന്ദ്രം തകർക്കുക എന്നുള്ളത്. അതിനു മുമ്പ് നേരത്തെ ആണവ ഇത് തകർക്കുന്ന സമയത്ത് പറഞ്ഞു ഞങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അത് തകർത്തില്ല എന്നുള്ള ന്യൂസും കൂടെ വന്നു. അപ്പോൾ ഈ നെതന്യാഹുവിനും ട്രംപിനുമുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ലോകത്തിലെ സാമ്പത്തികമായിട്ട് ഒരു പ്രതിരോധം തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇന്ധനം ഇന്ത്യ റഷ്യയോട് ഇന്ധനം വാങ്ങരുത് എന്ന് ഇതേ ട്രംപ് പറഞ്ഞാണ്. ഇപ്പൊ റഷ്യ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അല്ലെ? ഇന്നത്തെ ന്യൂസിൽ കേട്ടാണ് റഷ്യ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. റഷ്യ കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ഇന്ത്യ? അപ്പോൾ ട്രംപ് ഭീഷണിപ്പെടുത്തി ഓരോ കാര്യങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ ഈ ട്രംപിനെ അനുസരിച്ച് നിൽക്കുന്നതാണ് ഈ ഏറ്റവും പ്രശ്നം. പിന്നെ അടുത്തുള്ള GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞു. അവർക്ക് അതേ രക്ഷയുള്ളൂ. GCC രാജ്യങ്ങളിലാണ് ഈ അമേരിക്കൻ സൈനികരുള്ളത്. ആ സൈനിക താവളങ്ങളെ ആക്രമിച്ചാൽ മാത്രമേ GCC രാജ്യങ്ങള് ഈ ട്രംപിന് എതിരെ തിരികെയുള്ള ഒരു പ്രതിരോധം തീർക്കുകയുള്ളൂ. പിന്നെ നേരത്തെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ ഈ അമേരിക്ക തന്നെ കോടിക്കണക്കിന് ഡോളർ കൊടുക്കാനുണ്ട്. അപ്പൊ അവിടുത്തെ അത് മരവിപ്പിക്കാനാണ്. അതിന് പകരമായി ട്രംപ് തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ടൊരു സംഘടന രൂപീകരിച്ചു ഈയിടയ്ക്ക് അല്ലെ? അങ്ങനെയൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ രൂപീകരിച്ചപ്പോ പിന്നെ എന്താണ്, ലോകരാഷ്ട്രങ്ങളുടെ തലവനായി ട്രംപ് മാറുകയാണ്. ആ ട്രംപിന്റെ കയ്യിലാണ് ഇതുള്ളത്. പിന്നെ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു ഖമനി മരിച്ചപ്പോ ആഹ്ലാദിച്ചു അവിടെയെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഗാന്ധിജിയെ കൊന്നപ്പം കൊന്ന ഗോഡ്സേനെ ആരാധിക്കുന്നവർ ഇപ്പൊ ഇന്ത്യയിലില്ലേ? ഗാന്ധിജിയെ വധിച്ചവരെ ആരാധിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇല്ലേ? പിന്നെയാണോ അവിടുത്തെ ഖമനി മരിച്ചപ്പോ ആഹ്ലാദിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ വിരോധാഭാസമാണ്.
പിന്നെ നമ്മളെ നയതന്ത്ര ബന്ധങ്ങളുണ്ട്. ആ നയതന്ത്ര ബന്ധത്തിന്റെ ഇതിലാണ് പറയുന്നത് പിന്നെ സോണിയാഗാന്ധി പറഞ്ഞത് അപലപിച്ചില്ലാന്ന്. അത് അപലപിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് ഈ ഇസ്രായേലില് നമ്മളെ മോദി പോയതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ അക്രമം തുടങ്ങുന്നത്. അവിടെ പോയി എന്താണ് പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുത്ത് അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നത്, ഏറ്റവും ഉറ്റ സുഹൃത്താന്ന് പറയുന്നത്. എന്തുകൊണ്ട് മോദിക്ക് ഈ നെതന്യാഹുവിനോട് ഒരു സമാധാനത്തിന്റെ ഒരു ഇതാക്കാൻ പറഞ്ഞൂടാ? ഇപ്പൊ ലെബനെ ആക്രമിക്കുന്നുണ്ട്. ലെബനെ ആക്രമിക്കുന്ന ഇസ്രായേലും പിന്നെ അമേരിക്കയും ഇങ്ങോട്ട് ഇവരെ തിരിച്ചടിക്കുമ്പോഴാണ് ആക്രമിക്കുന്നത്. അവർക്ക് രക്ഷ നേടണമെങ്കിൽ ഇവരെ ആക്രമിച്ചേ പറ്റുള്ളൂ. പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു അമേരിക്കൻ പട്ടാളം മരിച്ചു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞത്. ഞാനിവിടെ ആദ്യം തന്നെ ഇസ്രായേൽ കൊണ്ട് ബോംബിട്ടത് എവിടെയാണ്? 10-36 കുട്ടികളല്ലേ മരിച്ചത്? പെൺകുട്ടികൾ പഠിക്കുന്ന പാഠശാലയിലെ ഈ ബോംബിട്ടത് അവിടെ മരിച്ചില്ലേ? ഈ യുദ്ധത്തിന് ഇരയാകുന്നത് ആരാണ്? പാവപ്പെട്ടവരാണ്, പാവപ്പെട്ട ഒന്നും അറിയാത്ത ആൾക്കാർ അല്ലെ? അവരെ ആക്രമിക്കുമ്പോൾ തിരിച്ചടികൾ സ്വാഭാവികമായിട്ട് വരും. പിന്നെ GCC രാജ്യങ്ങളെ ആക്രമിച്ചാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്കൊക്കെ താവളം, അമേരിക്കന്റെ സൈനികരെ താവളം കൊടുക്കുമ്പോൾ ആ താവളത്തെ അവരെ ആക്രമിക്കും. കാരണം ഇവർക്ക് കരമാർഗം യുദ്ധം ചെയ്യാനുള്ള ഒരു വഴിയുമില്ല ഇറാനെ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും. ഇത് യുദ്ധം ഇപ്പോഴൊന്നും തീരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. നമുക്ക് ഇപ്പൊ ഇന്ധനങ്ങൾക്കൊക്കെ വലിയ വില കൊടുക്കേണ്ട. ശരി, സന്തോഷം. എന്തായാലും യുദ്ധം വളരെ വേഗത്തിൽ അവസാനിക്കട്ടെ എന്ന്. എന്തിൻ്റെ പേരിലായാലും എങ്ങനെയായാലും യുദ്ധം എന്നത് ലോകത്ത് അവസാനിക്കേണ്ട ഒന്ന് തന്നെയാണ്. അത് തുടരേണ്ട ഒന്നല്ല. അത് ഇനി എത്ര അനീതി ഉണ്ടായാലും ഏറ്റവും അപകടകരമായ ഒന്ന് തന്നെയാണ് യുദ്ധം. അതുണ്ടാവാതിരിക്കാനാണ് ലോകരാജ്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതുണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ വിജയകുമാർ, പശ്ചിമേഷ്യയിലെ അവസ്ഥ അത്യന്തം അശാന്തമായി നിൽക്കുകയാണ്. ഏത് സമയവും അതൊരു യുദ്ധമായി മാറാം എന്നുള്ള പ്രതീതിയിൽ കൂടിയാണ് നിൽക്കുന്നത്. ട്രംപിൻ്റെ വാക്കുകളും നെതന്യാഹുവിൻ്റെ വാക്കുകളുമൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് തിരിച്ചടി, അല്ലെങ്കിൽ അത് തിരിച്ചടിക്കാനുള്ള ശേഷിയുണ്ടോ? അത്തരം ചോദ്യങ്ങളുമൊക്കെ ഉയരുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശരിക്കും യുദ്ധം അവസാനിക്കാനാണ് നമ്മുടെയൊക്കെ ആവശ്യം. പക്ഷേ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുള്ള പരിപാടി കണ്ട് US-ന്റെ ഞാൻ വേറെ തമാശക്കാണ് കുറച്ച് കാര്യമായിട്ട് പറയട്ടെ. ശരിക്കും ഇപ്പോൾ മഡുറോനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ശരിക്കും അതൊക്കെ അംഗീകരിച്ചാണ് കുറെ രാജ്യങ്ങളൊക്കെ. നമുക്ക് ഒരു കാര്യം, റഷ്യൻ ചൈനയൊക്കെ ഇടപെട്ടാലേ ട്രംപിനെ തൂക്കിയെടുത്തുകൊണ്ടായിരുന്നു. കേട്ടില്ല. അല്ല, ഈ ട്രംപ് മഡൂറോ വേറെ ഇതുപോയിട്ട് ആക്രമിക്കുക, അവരുടെ പ്രസിഡന്റിനെ കൊണ്ടുപോകുക ചെയ്തില്ലേ? അവർ ലോകത്തെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഈ ട്രംപിനെ ഞാനങ്ങനെ മനസ്സുകൊണ്ട് അങ്ങനെയാണ് ശരിക്കും അത്ര പറയാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ആ കാര്യങ്ങളാണ് അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ട്രംപിനെ റഷ്യൻ ചൈനയൊക്കെ ഇടപെട്ടിട്ട് തൂക്കിക്കൊണ്ടുപോകുക അവിടുന്ന്, അമേരിക്കന്നേ. തൂക്കിക്കൊണ്ട് പോവുക എന്നുള്ളത് അതൊക്കെ ഇപ്പോഴത്തെ ലോകക്രമത്തിൽ, അമേരിക്കയുടെ ശക്തിയുടെ ക്രമത്തിലൊക്കെ സാധ്യമാണോ ശ്രീ വിജയകുമാർ? പറയുന്നതിനപ്പുറത്തേക്ക് അതിനൊക്കെ ശേഷിയുള്ള രാജ്യങ്ങളുണ്ടോ? ശക്തിയല്ല, ഏറ്റവും ആയുധ ശക്തി റഷ്യക്കാണല്ലോ ഇപ്പോൾ. റഷ്യ ഒരു ഇയാളുടെ പോലെ ചെയ്യില്ല. ഈ അമേരിക്കൻ ഭരണകൂടത്തിൽ പോയി എബ്രഹാം ലിങ്കൺ അങ്ങനെ കുറച്ച് ആൾക്കാർ നല്ല ഭരണാധിപത്യ ഒരു മനുഷ്യത്വ ആൾക്കാർക്ക് ഒബാമ. പക്ഷെ ഇങ്ങനെ ബുഷ് അതുപോലെ സാധനങ്ങൾ ഏറ്റവും മോശമായിട്ടുള്ള പ്രവർത്തി ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്കും ഒരാളെ ദോഷമായിട്ട് പറയുന്നത് ഇഷ്ടമല്ല, പക്ഷെ ഏറ്റവും മോശമായിട്ടുള്ള പ്രവർത്തിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും യുദ്ധം അവസാനിക്കാനാണ് നമ്മുടെ ആവശ്യം, സമാധാനമുള്ള ആവശ്യം. പിന്നെ കൂടുതൽ കാര്യം അടുത്തതിൽ പറയാം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. ലോകക്രമത്തിൽ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രതികരണത്തിന് അങ്ങനെ ഇല്ലല്ലോ. ശ്രീ ഷിബിനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഷിബിൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല്, ഈ വാർ ഉണ്ടാകുന്നതിന്റെ, ഈ വാർ നടത്താൻ ഒന്നാമത്തെ കാരണം ഈ എപ്സ്റ്റീൻ ഫയൽ മറയ്ക്കാൻ വേണ്ടിയിട്ടാ. മനസ്സിലായ? ഈ ട്രംപും അതുകൂടാതെ ഈ നെതന്യാഹു ഒക്കെ ഈ എപ്സ്റ്റീൻ ഫയലിനകത്തുണ്ട്. മനസ്സിലായ? ഈ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്ത് അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കൊന്ന് തിന്ന് ഇവരൊക്കെ ഈ എപ്സ്റ്റീൻ ഫയലിനകത്തുണ്ട്. ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു യുദ്ധമാണിത്. ഇത് ആർക്കും മനസ്സിലാവില്ല. എന്നിട്ട് ഇവര് പറയുന്നു ഞാനും അതായത് നെതന്യാഹു പീസ് മേക്കറാണ്. അതിന് എന്ത് അർത്ഥമാണുള്ളത്? നെതന്യാഹു പീസ് മേക്കറാന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥമാണുള്ളത്? നെതന്യാഹു പറയുന്നത് പീസ് മേക്കറാണ്, പിന്നെ മറ്റേ ട്രംപും പറയുന്നത് ഞാനും പീസ് മേക്കറാണ്. അതിനൊക്കെ എന്ത് അർത്ഥമാണുള്ളത്? ഇറാന്റെ കയ്യിൽ മിസൈലിന്റെ ശേഖരണം വളരെ കൂടുതലാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ ഷിബിൻ. ശ്രീ അഖിൽ കുമാറാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ അഖിൽ കുമാർ, താങ്കൾ നേരത്തെ പൊതുവേദിയിൽ പ്രതികരിച്ചിട്ടുള്ള ആളാണോ? അതെ അതെ.
ശരി ശ്രീ അഖിൽ. അഖിലിന് എന്താണ് ഈ വിഷയത്തിൽ ലോകം ചർച്ച ചെയ്യുകയാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഈ പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് നമ്മുടെ ജീവിതത്തിന് തന്നെ അനിവാര്യമായ ഒന്നാണ്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? തീർച്ചയായും ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ കോൾ ചെയ്തത്. ഒന്നാമത് ഇപ്പോ ഇറാനിലും അതുപോലെ തന്നെ അതിനു മുമ്പ് നമ്മുടെ പശ്ചിമേഷ്യ ഒന്നാകെ അമേരിക്കയുടെ കാൽക്കീഴിലായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് അമേരിക്ക നൂറ്റാണ്ടുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്ത് അങ്ങനെ തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. ഇപ്പോ ഇന്ന് ഇപ്പോ നമ്മുടെ ആയിരക്കണക്കിന് വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊന്ന് അല്പം വിശ്രമിച്ച ഉടനെ തന്നെ ഇറാനിലേക്ക് ബോംബ് വർഷിച്ച് അവരാരംഭിച്ചിരിക്കുകയാണ്. അവർ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം ആണവായുധങ്ങളുടെ വലിയ ശേഖരം ഇറാനിലുണ്ട് എന്നാണ്. ഇവിടെ അമേരിക്ക ലോകത്ത് അവർക്കാണ് ഇതിന്റെ ഒരു ചരിത്രമുള്ളത്. അണുബോംബുകളുടെയും അണുവിസ്ഫോടനത്തിന്റെയും ഒക്കെ ചരിത്രമുള്ള ഒരു രാജ്യം ലോകത്തുണ്ടെങ്കിൽ അത് അമേരിക്കയാണ്. അതായത് നമുക്കറിയാം, ഈ ജപ്പാനില് അവർ നടത്തിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ആ അണുവിസ്ഫോടനത്തിന്റെ പ്രത്യാഘാതം ഇന്നും യുദ്ധത്തിന് മുമ്പ് ഏതൊരു യുദ്ധത്തിന് മുമ്പിലും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ അണുവിസ്ഫോടനത്തിന്റെയും അണുവായുധത്തിന്റെയും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്ക ലോകത്ത് ഇത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഈ ലോകത്ത് ഒരു കൊച്ചുകുട്ടി, ഒരു സ്കൂൾ 1ാം ക്ലാസ് വിദ്യാർത്ഥി പോലും തയ്യാറാവില്ല നമ്മളെ കേരളത്തിൽ. കാരണം കേരളത്തിലെ വിദ്യാലയങ്ങൾ വരെ യുദ്ധത്തിനെതിരെ റാലികൾ നടത്തുന്ന സംസ്ഥാനമാണ്. അപ്പം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇരുന്ന് ഇപ്പോഴും തീവ്ര വലതുപക്ഷക്കാരാണ് ഇസ്രായേലിനെ നയിക്കുന്നത്. ക്രിസ്ത്യൻ പഴയ നിയമക്കാരാണ് ഇസ്രായേലിനെ നയിക്കുന്നത്. നെതന്യാഹു അവരുടെ നേതാവായിട്ട് അമേരിക്കയുടെ ഒരു യുദ്ധ ഭടനായിട്ടാണ് അയാൾ ഇന്ന് ലോകരാജ്യങ്ങളിലെ അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള യുദ്ധം കെട്ടഴിച്ചു വിടുന്നത്. ഇത് ലോകത്ത് വലിയ രീതിയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയും ലോക ജനതയെ തന്നെ ബാധിക്കുന്ന രൂപത്തിലേക്ക് വ്യാപാര രംഗത്തായിരുന്നാലും തൊഴിൽ രംഗത്തായിരുന്നാലും കേരളത്തിലെ, ഇന്ത്യയിലെ മറ്റ് ഇതര രാജ്യങ്ങളിലെ ആളുകൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൾഫ് മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ അറബ് നാടുകളിൽ അശാന്തി വിതയ്ക്കാൻ തുടങ്ങിയ നൂറ്റാണ്ടുകളായിട്ടുള്ള 1947 അമേരിക്ക അവരുടെ CIA എന്ന് പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒരു സ്ഥാപനം ഈ അറബ് നാടുകൾക്ക് നടുവിൽ സ്ഥാപിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ലബനോണിലും സിറിയയിലും ഇറാനിലും ഇറാഖിലെ പ്രധാനമന്ത്രിയായിരുന്ന സദ്ദാം ഹുസൈനെ വരെ അവർ പിടിച്ചുകൊണ്ടുപോയി കൊന്നു കളഞ്ഞു. അങ്ങനെ എത്ര ആളുകളെ കൊന്നു. ഈ എത്ര ലോകത്തെ മഹാരാജന്മാരെ വധിച്ചവരാണ് അമേരിക്കക്കാർ. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അമേരിക്കയുടെ ന്യായങ്ങൾക്കൊന്നും ഇന്ന് ലോകത്തൊരു പ്രസക്തിയുമില്ല. അപ്പോ ഇതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ യുദ്ധത്തെ നമ്മൾ നഖശിഖാന്തം ലോക ജനത എതിർക്കുകയും ഈ അമേരിക്കൻ പ്രസിഡന്റുമാർ മാറി മാറി വന്നിരുന്നാലും ഈ നയത്തിലൊരു മാറ്റവുമില്ലാതെ അമേരിക്കയുടെ ഒരു അസന്ദിഗ്ധമായ ഒരു നയമായി ലോക രാജ്യങ്ങളില് അറബ് നാടുകളിൽ പ്രത്യേകിച്ച് യുദ്ധങ്ങൾ വിതയ്ക്കുക എന്ന് പറയുന്ന രീതിയാണ്. ചെറു രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി അവരുടെ അധീനതയിൽ കൊണ്ടുവന്ന് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുക, അവര് ഈ യുദ്ധാനന്തരം അവരുണ്ടാക്കുന്ന ചെറിയ ചെറിയ വികാസത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയാണ് അമേരിക്ക ഇന്ന് ലോകത്ത് അവലംബിക്കുന്നത്. അത് തിരിച്ചറിയാൻ ലോകത്ത് ബുദ്ധിയുള്ള, വിദ്യാഭ്യാസമുള്ള മനുഷ്യ സമൂഹം തയ്യാറാവുകയും ലോകത്ത് ഈ ചെറു ന്യൂനപക്ഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ ന്യൂനപക്ഷ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായി ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികളെ, അവരുടെ രാഷ്ട്രീയ ഗൂഢാലോചനയെ, യുദ്ധ ഭ്രാന്തിനെ അവസാനിപ്പിക്കാൻ ലോക ജനത ഒന്നാകെ ശബ്ദമുയർത്തുകയും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് തുടർച്ചയായി ഇവർ മുന്നോട്ട് വെക്കുന്ന യുദ്ധം ലോകത്തോട് വിളിച്ചു പറയുന്നത്. ആ നിലയ്ക്ക് നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട ഒരു ഇറാനിലെ എന്തെങ്കിലും ആയുധം സൂക്ഷിച്ചിട്ടുണ്ടെന്നും മുസ്ലിങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദികളാകുന്നുള്ള അമേരിക്കയുടെ പ്രചണ്ഡ പ്രചാരണത്തെ ഏറ്റെടുത്ത് അത് ലോകത്തിന് സമർപ്പിക്കുന്ന ആളുകളായി വിദ്യാഭ്യാസവും വിവരവും ചരിത്രബോധവുമുള്ള ആളുകൾ മാറിക്കൂടാ. കാരണം 1980കളിലും 87ലും 86ലും ഒക്കെ ലബനോണിലും സിറിയയിലും അതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യ ഒന്നാകെയും ചുട്ടു ചാമ്പലാക്കുക എന്നുള്ള അവരുടെ വംശഹത്യ തന്നെയാണ് അമേരിക്ക ലക്ഷ്യം വെച്ചിരുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ള കേരള ജനത, ഇവിടുത്തെ പ്രധാനമന്ത്രി അടക്കമുള്ള, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ അഖിൽ. ശ്രീ സലീമാണ് മലപ്പുറത്തു നിന്നും. ശ്രീ സലീം, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പശ്ചിമേഷ്യ അശാന്തമായി നിൽക്കുന്നു, അവിടെ ഇറാനുമേൽ ഇനിയും തീമഴ പെയ്യിക്കുമെന്ന് തന്നെയാണ്
ട്രംപും നെതന്യാഹുവും പറയുന്നത്. സ്വാഭാവികമായും ഇറാന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലേക്കുള്ള പ്രത്യാക്രമണങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? നമസ്കാരം. നമസ്കാരം. ഇതിന്റെ കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന രാജ്യങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഗൾഫ് രാഷ്ട്രങ്ങളാണ്. അവർ ഈ അമേരിക്കക്കാരാണ് ഇത്ര ഇതുപോലെയുള്ള പെരുമാറാനുള്ള ഇത് കൊടുത്തതിൽ നമ്മളെ ഇന്ത്യ രാജ്യത്തിന് നല്ലൊരു പങ്കുണ്ട്. പിന്നെ ഗൾഫ് രാജ്യങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമാണ് അവരുടെ രാജ്യങ്ങളിൽ ഇവർക്ക് എയർബേസും മറ്റുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളത്. അതിന്റെ കെടുതി അവരും അനുഭവിക്കാൻ പോകുന്നു. ഇത് പിന്നെ പപ്പു പറഞ്ഞ പോലെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഉക്രൈനെ ആക്രമിച്ച റഷ്യയും അതുപോലെ ഗസയെ ആക്രമിക്കുന്ന ഇസ്രായേലും ഇത് ഇപ്പോഴും വർഷങ്ങളായിട്ടും ഈ വക യുദ്ധങ്ങളൊന്നും തീർന്നിട്ടില്ല എന്നും ഈ യുദ്ധം അതിനേക്കാളേറെ നീളാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ കെടുതി മുഴുവൻ അനുഭവിക്കാൻ പോകുന്നത് നമ്മളെ പോലുള്ള പാവപ്പെട്ട കേരളം പോലുള്ള പിന്നെ സ്ഥലങ്ങളും അതുപോലെ ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളും ഗൾഫിനെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു അടി തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ അലി അക്ബറാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ അലി അക്ബർ, താങ്കൾക്ക് എന്തു തോന്നുന്നു? ഒരു തരത്തിൽ ഇറാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും ഇറാന് ഒപ്പമില്ല. ഒപ്പം GCC രാജ്യങ്ങളെല്ലാം തന്നെ ഇറാന് എതിരായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു യുദ്ധത്തിലേക്ക് മാറിയാൽ എന്താവും അവസ്ഥ? ശ്രീ ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് പറയാം. ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങൾ ഇറാനില് നിർമ്മിക്കുന്നുണ്ട്. ഇറാൻ അങ്ങനത്തെ ഭീകരവാദത്തിനോട് സപ്പോർട്ട് ചെയ്യുകയും ഇറാനിൽ ഇങ്ങനെ ഈ യുറേനിയം മീൻസ് ആണവായുധമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാലമായിട്ട് അവരോട് സംസാരിച്ച് തീർപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരതിന് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇത് യുദ്ധത്തിലേക്ക് എത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആ നാട്ടിലുള്ള സാധാരണ ആൾക്കാർ കൊല്ലപ്പെടുന്നതിലും യുദ്ധം വരുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ അതിനടുത്ത് ഉണ്ടാവുമല്ലോ. പക്ഷെ അതിലും നമുക്ക് വളരെ നിരാശയുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഇത് ഒരു അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോവാ. പക്ഷെ ഈ അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നത് ലോക രാജ്യങ്ങൾക്ക് പ്രോബ്ലം ആവുന്ന എന്തോ കാര്യങ്ങൾ നമ്മളിപ്പോ അവരുടെ അവിടെ പോയി അന്വേഷിക്കാൻ നമ്മൾ നാട്ടിലുള്ള ആൾക്കാർക്ക് പറ്റില്ലല്ലോ. പക്ഷെ എന്തോ ഒരു പ്രശ്നം അവിടെ ഉള്ളത് കൊണ്ട്. ജോസഫ്, അതിനകത്തൊരു ചെറിയ സംശയം. പണ്ട് ഇറാഖിൽ സദ്ദാം ഹുസൈനെ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് അമേരിക്ക പറഞ്ഞത് ഇറാഖിന്റെ പക്കൽ രാസായുധങ്ങളുണ്ട്, അത് ലോകത്തിനാകെ വിനാശകരമാണെന്ന് പറഞ്ഞു. പിന്നീട് ഐക്യരാഷ്ട്രസഭയടക്കം എല്ലാവരും പോയി പരിശോധിച്ചു. രാസായുധം പോയിട്ട് അവിടെ അതിൻ്റെ അംശങ്ങളോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള സംവിധാനമോ പോലും ആ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലോകത്ത് എവിടെയും ഓരോ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന സമയത്തും അവിടെയെല്ലാം ഇത്തരം ചില കാരണങ്ങൾ പലപ്പോഴും പറയാനുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ ഒതുക്കാൻ വേണ്ടി അമേരിക്ക യുദ്ധത്തിന് പുറപ്പെട്ടു. അവസാനം താലിബാൻ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിലേക്ക് വന്നു. ലോകത്ത് എവിടെയൊക്കെ അമേരിക്ക ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് ഇടപെട്ടിട്ടുണ്ടോ അവിടെ ഒന്നും ഈ അമേരിക്ക പറയുന്ന കാരണങ്ങൾ ശരിയായെന്ന് ലോകത്തിന് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് മാത്രം നമ്മൾ എങ്ങനെയാണ് ഇനിയും വിശ്വസിക്കുക? ലോകത്തിനെ അപകടപ്പെടുത്താനുള്ള എന്തോ ഇറാനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ ഈ ഇസ്രായേലിനെയും അമേരിക്കയും ഒക്കെ അപകടപ്പെടുത്തില്ലേ? അവർ ഇതിൽ പരംഗതിയുടെ അവരുടെ പരമോന്നത നേതാവിനെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളെ അടക്കം ആണ് കൊന്നത്. ഒരു രാജ്യത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ കെടുതിയാണ് തിരിച്ചടിയാണ്, അപമാനമാണ് അവർ നേരിട്ടത്. അപ്പോൾ പോലും അവർക്ക് തിരിച്ചടിക്കാൻ കഴിയാത്ത ഒരു രാജ്യത്തിനാണോ ഈ അവിടെ വലിയ അപകടമുണ്ടാകുക അല്ലെങ്കിൽ അത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്? അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റും. താങ്കൾ പറഞ്ഞ മാതിരിയാണ് അതിന്റെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. പക്ഷെ ലോകത്തിലുള്ള രാജ്യങ്ങളെ നശിപ്പിക്കാൻ പോകുന്ന സംഗതികളും അതുപോലെ ഭീകരന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനോട് എനിക്ക് യോജിപ്പായിട്ട് മുന്നോട്ട് പോകാനുള്ളൂ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്, സുഷ്ടം കൂടിയാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്. എന്റെ 6 മക്കള് 4 പേര് ബഹ്റൈനിലും 2 പേരും ദുബായിലുമാണ്. അവര് ജീവിക്കട്ടെ, അവര് ദൈവം സഹായിച്ച് ആയുസുണ്ടെങ്കിൽ നാട്ടിൽ വരട്ടെ. പക്ഷെ സത്യം ഞാൻ പറയണം, മനസ്സിലാക്കണം, എന്റെ ഒരു വിവരം വെച്ച് പറയണം. ഇറാഖിന്റെ നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയെ കൊന്നിരുന്നുവെങ്കിൽ ഇന്ന് എന്താണ് സ്ഥിതി ഇവിടെ? ഇന്ത്യയിലെ 4 സ്കൂൾ കുട്ടികളെ കൊന്നിരുന്നുവെങ്കിൽ എന്താണ് സ്ഥിതി നടക്കുമായിരുന്നു ഇവിടെ? അപ്പോൾ
ഒന്നുമില്ലാത്ത ഈ ഇറാഖിനെ, നമ്മൾ ഇറാഖിനെ പണ്ട് സദ്ദാം തൂക്കിക്കൊന്നു, ഒന്നിച്ച് പാപത്തിനെ കൊണ്ടുവന്ന് സദ്ദാം ഹുസൈൻ കുവൈറ്റിൽ നിന്ന് എണ്ണ എടുത്ത് പൈസ ഉണ്ടാക്കിയപ്പോൾ ഈ ഇറാൻ മക്കളെ കുത്തി പറഞ്ഞു കൊടുത്ത് സദ്ദാം ഹുസൈനെ അടിയുണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് തൂക്കിക്കൊന്നു. പാവപ്പെട്ട ഒരാളിനെ ഇവിടെ 86 വയസ്സ് അദ്ദേഹത്തിന് ഇവിടെ ബോംബിട്ട് നശിപ്പിച്ചു. ആർക്ക് വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? മോദിക്ക് എന്തിനാ അവിടെ പോയി പിറ്റേ ദിവസം നടന്നത്? ഇവിടെ മുസ്ലിങ്ങളെ മൊത്തവും കൊന്നു ഒടുക്കിയിട്ട് സുരിക്കുന്ന വിചാരമാണോ? നടക്കില്ല. മുസ്ലിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ബഹ്റൈൻ എല്ലാ രാജ്യവും നശിക്കുകയാണ്. ഫോറിൻ കൺട്രി മൊത്തവും നശിപ്പിക്കുകയാണ്. മരിക്കുന്നതെല്ലാം അമേരിക്കൻ മണ്ണ് ഒരാൾക്കും മരിക്കുന്നില്ല. ഇസ്രായേലിൽ 11 മിസൈൽ പോയിട്ടുണ്ട്, അതവിടെ ചങ്കൂറ്റം. ബാക്കി നശിക്കുന്നതെല്ലാം നമ്മളെ ഏഷ്യൻ കൺട്രിയായ നമ്മളെ സൗദി രാജ്യങ്ങളാണ്. ഇന്ന് എന്നെ ഉൾപ്പെടെ, എന്റെ ജീവിതം ഉൾപ്പെടെ ജനങ്ങൾക്ക് നല്ല ആഹാരവും ഭക്ഷണം കൊടുത്ത അറബ് രാജ്യങ്ങളാണ്. നല്ല ഭക്ഷണം എന്നത് അറബ് രാജ്യങ്ങളാണ്. നല്ല വീട് വെച്ച് അറബ് രാഷ്ട്രം കഷ്ടപ്പെട്ടാണ്. നല്ല വിവരം പഠിച്ച അറബ് രാജ്യങ്ങളിൽ നിന്നാണ്. ആ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒന്നും ഉണ്ടായിരിക്കുന്ന ഈ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി ഇതുവരെയ്ക്ക് ഒറ്റ വർഷം മുന്നിട്ടില്ല. എന്താ മിണ്ടാത്തത്? എന്റെ 6 മക്കളാണ് കിടക്കുന്നത്. എന്റെ മോളും മരുമോനും 2 പേരക്കുട്ടിയും ബഹ്റൈനിലും 2 പയ്യന്മാര് ദുബൈയിലും കിടക്കുകയാണ്. മറിയം സേഫ്റ്റി ലീവില്ല. മറിയം സേഫ്റ്റി പണിയുമ്പോൾ ഫയർമാൻ സേഫ്റ്റി ചെയ്യുമ്പോൾ ലീവ് കൊടുക്കൂല. എന്റെ മരുമോൻ വർക്ക് തുറമുഖം മൊത്തം നശിപ്പിച്ചു. അവരവിടെ കിടക്കുകയാണ്. എന്നിട്ട് ഇവിടെ അണങ്ങിയിട്ടില്ല. പക്ഷെ ഇറാനിൽ ഒന്നുമില്ല. ഇറാഖിനെ പോലെ നേരത്തെ പറഞ്ഞ ഇറാനിലവിടെ ഒന്നുമില്ല. ഉണ്ടേ ഇല്ലയോ? ലോകത്തിന് എന്തിന് ഐക്യസഭ ഇരിക്കുന്ന വർഷാപ്പാണോ ഐക്യസഭ? എന്തുകൊണ്ട് വിളിച്ചിട്ട് ചർച്ച ചെയ്ത് എന്തിന് നമ്മളെ അവിടെ അധികാരത്തിൽ കയറ്റി? ഭൂമിയിലുള്ള ജലവും വെള്ളവും ഭക്ഷണവും എല്ലാം ഇന്ത്യക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടിയുള്ള, ഇന്ത്യയിലെ ഭൂമിക്ക് വേണ്ടിയുള്ളതാണ്. ഈ കാണുന്ന എല്ലാ ഭൂമിക്കുള്ളതാണ്. എല്ലാം എന്തായാലും ഭക്ഷണമായാലും എല്ലാം, ജലമായാലും ആഹാരമായാലും ഉണ്ടാവുന്നതെല്ലാം ഭൂമിയിൽ ഒരൊറ്റ ഭൂമിയേ ഉള്ളൂ. എല്ലാം ജാതി മേധ വർഗങ്ങളും എത്ര ഉണ്ടെങ്കിലും എല്ലാവർക്കും ഭൂമി കൊടുത്ത അവസാനമാണ്. അത് വളഞ്ഞിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ചു കൊണ്ടുപോവാതെ പാവപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെയും ഈ ലോകമൊട്ടാകെ 90 ലക്ഷം ആൾക്കാർ, ഇന്ത്യ ആൾക്കാർ അതിനായിട്ട് കിടക്കുന്ന ഒരു ആഹാരം കഴിക്കാൻ പറ്റുന്നു? ബാബു, ഇതെന്താ ഇതിന്റെ അർത്ഥം എന്താണ്? ആൾക്കാരെന്നെ പറയുന്നുണ്ട്, കുറെ വിടവായ അർപ്പിച്ച് വിടുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഗൾഫ് രാജ്യം ഇല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടോ? മോദി ഉണ്ടോ? ഉണ്ടാവും. പഴയ ദാരിദ്ര്യത്തിന്റെ പുറത്ത് പോകും. ഇന്ന് എന്നെ എന്നാക്കിയ എന്റെ അറബിയൻ കൺട്രിയാണ്. എന്റെ മക്കൾ കഷ്ടപ്പെടുന്നത് അവിടെ കിടന്നാണ്. എത്ര നിങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട് ഇവിടെ. ഒരു പയ്യൻ പഠിച്ച് ഡിഗ്രി എടുത്ത് വന്നാൽ ഇവിടെ ജോലിയുണ്ടോ? ആ +2 കഴിഞ്ഞാൽ ഓടുന്നത് അന്യനാട്ടിലാണ്. ഏതെങ്കിലും തൊഴിൽ ഡിഗ്രി പഠിച്ചെടുത്താൽ അന്യനാട്ടിന്റെ പിള്ളമാര് പോലും അച്ഛനെയും പറഞ്ഞു നിങ്ങൾ പറ്റുള്ളൂ, മക്കൾ ഇഷ്ടപ്പെട്ടുവാ. ഇത്ര സമയമായിട്ട് ഇവിടെ മിണ്ടിയിട്ടില്ല. ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല. ആർക്കും വേണ്ടി ഇറാൻ എന്ന സ്ഥലത്ത് അവിടെ സാധാരണ എവിടെയില്ല. ഇറാഖിന്റെ 35 വർഷക്കാലം അവിടെ ഊട്ടി വളർത്തി കൊണ്ടുവന്ന ഒരു അദ്ദേഹം എന്തായിക്കോട്ടെ. ഇവിടെ മറ്റൊരു മനസ്സിലാവുന്നുണ്ട്. മക്കൾ എല്ലാവരും, അവിടെ നിൽക്കുന്ന ആളുകൾ, തങ്ങളെപ്പോലുള്ള എത്രയെങ്കിലും അച്ഛനമ്മമാർ, എത്രയെങ്കിലും മനുഷ്യർ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അവരോരോരുത്തരും ആശങ്കയിലാണ്. ഏത് യുദ്ധം വരുമ്പോഴും നമ്മൾ ആശങ്ക, പ്രത്യേകിച്ച് മധ്യേഷ്യയിൽ യുദ്ധം വന്നാൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു ജനത കേരളം തന്നെയാണ്. കേരളത്തിൻ്റെ വളർച്ചയിലും ജീവിതത്തിലുമൊക്കെ ഏറ്റവും നിർണായകമായ സംഭാവനകൾ നൽകിയ രാജ്യങ്ങൾ, നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് മധ്യേഷ്യയിലുള്ള പേർഷ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ. ശ്രീ ജയനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ജയൻ, താങ്കൾ എങ്ങനെയാണ് ആഗോളതലത്തിലെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയത്തെ കാണുന്നത്? ഞാൻ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറലായിട്ട് സത്യസന്ധമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് ജാതികമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് മുന്നേ 2 ആൾ സംസാരിച്ച് ഞാൻ കേട്ടു. ഇവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എന്റെ മക്കൾ അവിടെ ഉണ്ട്, എന്റെ മക്കൾ ഇവിടെ ഉണ്ട്. എന്റെ മക്കളല്ല, നമ്മുടെ രാജ്യത്തിലെ മക്കളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുണ്ടെന്ന് പറയണ്ട. അവരങ്ങനെയല്ല, സ്വന്തം കാര്യങ്ങൾ മാത്രം പറഞ്ഞ. ഇവർക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മളെ ഏത് മനുഷ്യനും നമ്മളെല്ലാം വിശാലമായി ചിന്തിക്കുമ്പോഴും എന്റെ മകൻ, എന്റെ മക്കൾ വിദേശത്തുള്ളപ്പോൾ അവർക്ക് ഒരു ആശങ്കയിൽപ്പെടുമ്പോൾ ഏത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന ആശങ്ക, അതിന് നമുക്ക് ആരെയും കുറ്റം പറയാം. അപ്പോൾ നിങ്ങൾ ലോകത്തെ മുഴുവൻ ഒന്നിച്ച് കാണണം എന്നൊക്കെ പറയാൻ കഴിയില്ല. മനുഷ്യ സഹജമാണ് ശ്രീ ജയൻ, അത് ക്ഷമിക്കും. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, അതായത് നമ്മളായിരിക്കുന്ന നമ്മുടെ ആരായാലും, നമ്മുടെ രാജ്യത്തുള്ളവരെ, നമ്മുടെ മക്കളെ, നമ്മുടെ അച്ഛനും അമ്മയും മക്കളോ ആരായി കഴിഞ്ഞാൽ എല്ലാവരും സേഫായിട്ടിരിക്കുന്ന ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്ന സംഭവം മോദി ഇന്നലെയും മിഞ്ഞാന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ചർച്ചയിലൂടെ ഇതാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, ഞാൻ ഇതൊന്നല്ല പറയണേ. കാരണം ഇറാൻ ചെയ്യുന്നത് അമേരിക്കനെ കേന്ദ്രീകരിച്ചിട്ടാണെങ്കിലും അവിടെയുള്ള സാധാരണക്കാരും അവരും അതിൽ അപകടത്തിൽ പെടുന്നുണ്ട്. ഇറാൻ, അതായത് ഈ അറബ് രാഷ്ട്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇറാന്റെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഇതിന്റെ അപ്പുറത്ത് ഇപ്പൊ ഇസ്രായേലും അമേരിക്കയിലും ഞാൻ പറഞ്ഞ തീവ്രവാദം എവിടെയുണ്ടോ അത് ഉന്മൂലനം. ജയൻ, താങ്കളെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇറാന്റെ
ഭാഗത്ത് ആണോ ന്യായം എന്നാണോ അതോ അമേരിക്കയുടെ ഭാഗത്ത് എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നതാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇറാൻ ചെയ്യണ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇറാൻ ചെയ്യുന്നത് മറ്റുള്ള അറബി രാഷ്ട്രങ്ങൾ സൗഹൃദമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കൂടി അവിടെയുള്ള സാധാരണക്കാർക്ക് കൂടി പ്രശ്നങ്ങളാണ്. ഇറാൻ ഇത് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇറാന്റെ ആ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയെ ആണ് കൊലപ്പെടുത്തിയത്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിന്റെ ഒരു മിനിറ്റ് ശ്രീജയൻ, ആ രാജ്യത്തിന്റെ തലവനെയാണ് അവർ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. അങ്ങനെ നിൽക്കുന്ന ആ രാജ്യത്ത് ഇപ്പോൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്ന കണക്കനുസരിച്ച് 176 കുട്ടികളടക്കം 700 പേർ കൊല്ലപ്പെട്ടു, 900 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന കണക്ക് പുറത്തു വരുന്നത്. യഥാർത്ഥ കണക്കിലപ്പോൾ ഇതിനൊക്കെ എത്രയോ ഇരട്ടിയാവാൻ ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നതിനെ നമുക്ക് എങ്ങനെയാണ് അവരാണ് ഈ കൊലപാതകമെല്ലാം നടത്തുന്നതെന്നൊക്കെ പറയാൻ കഴിയുക? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് ഇറാൻ ചെയ്യുന്നത് അമേരിക്ക ആണെങ്കിൽ പോലും അവിടെയും സാധാരണക്കാരില്ലേ, ഈ അറബി രാഷ്ട്രങ്ങളിൽ സാധാരണക്കാർ ജീവിക്കുന്നില്ലേ, അവർക്കും കൂടി ഞാൻ പറയുന്നത് ഒരു ഇപ്പൊ അമേരിക്കനെ മാത്രമാണ് ചെയ്യണത് അല്ലെങ്കിൽ ഇസ്രായേലിനെ ചെയ്യണ ചോക്ക്. ഇത് അവരുടെ സ്വന്തം ആൾക്കാരുടെ ഉള്ളിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. എങ്ങനെയാണ് സ്വന്തം ആൾക്കാരാവുന്നത്? എങ്ങനെയാണ് ശ്രീജയൻ? ഇറാന്റെ ചുറ്റും നിൽക്കുന്ന GCC രാജ്യങ്ങളൊന്നും ഇറാൻ പക്ഷത്തല്ല നിൽക്കുന്നത്. അവരെല്ലാവരും നിൽക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അവരുടെ സ്വന്തം രാജ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഏത് അർത്ഥത്തിലാണ്? ആ രാജ്യത്തെ സംബന്ധിച്ച് ഈ അമേരിക്കയ്ക്ക് വ്യോമത്താവളങ്ങൾ ഒരുക്കി നൽകിയിരിക്കുന്നത് ഈ GCC രാജ്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? മറ്റുള്ള രാഷ്ട്രത്തിലേക്ക് എവിടേക്കും വരില്ല, അറബി രാഷ്ട്രങ്ങളിലേക്ക് മാത്രമാണ് ഇതൊക്കെ വരുന്നത്. ഈ തീവ്രവാദി സംഭവമുള്ള കാരണം കൊണ്ടാണല്ലോ ഇത് ഉണ്ടാവുന്നത്. ഏത് രാജ്യത്തെ തീവ്രവാദം ഉന്മൂലനം ചെയ്യണം തന്നെയാണ്. അതിൽ സാധാരണക്കാർ മരിക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്, വിഷമമുണ്ട്, എല്ലാം ഉണ്ട്. മനസ്സിലായി? ഇത് ചെയ്യുമ്പോ അതായത് ഒരാള് 10 വീട്ടിലേക്ക് കല്ലെറിയുമ്പോ ഒരാളെ എറിയുന്നത് അയൽവക്കത്തേക്ക് തന്നെ എറിയുന്നത്. അത് അങ്ങനെ ആരാണ് ഈ ഏറ്റവും കൂടുതൽ കല്ലെറിഞ്ഞിട്ടുള്ളത്? അമേരിക്കയും ഇസ്രായേലും അല്ലേ? അല്ലാതെ ഇറാനാണോ ലോകരാജ്യങ്ങളിലെല്ലാം പോയി യുദ്ധം ഉണ്ടാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ ചെയ്തത്? തീവ്രവാദത്തിന് എതിരായിട്ടല്ലേ? എന്ത് തീവ്രവാദത്തിനെതിരായിട്ടാണ് മോദി പറഞ്ഞല്ലോ, അതായത് ചർച്ച വയ്ക്കൂ, ചർച്ചയിലൂടെ നമുക്ക് അതായത് യുദ്ധമല്ല മാനദണ്ഡം, നമുക്ക് ചർച്ച ചെയ്ത് ഒഴിവാക്കുന്നു. അതുപോലും ഇവിടെ ആരും കേട്ടിട്ടില്ല. ശ്രീ ജയന, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എനിക്കറിയില്ല. ഇപ്പൊ രാജ്യം തീരുമാനിക്കുന്ന രാജ്യത്തിന്റെ നിലപാടാണ്. നമ്മളൊരു കോമൺ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ തലവനെ മറ്റൊരു രാജ്യം വന്ന് കൊലപ്പെടുത്തിയാൽ അതിനെ അപലപിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ചെയ്യുന്നതല്ലേ? ഇറാൻ ചെയ്യുന്നത് നല്ലതാണെന്നാണോ ഞാൻ പറയണ്ടേ? താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇറാനെ നല്ലതാക്കി പറയണമെന്നാണോ സാറ് പറയുന്നത്? ഞാൻ ഇറാനെ നല്ലതാക്കി പറയണമെന്നോ അമേരിക്ക നല്ലതാക്കി പറയണമെന്നോ ഞാൻ പറഞ്ഞില്ല. താങ്കളുടെ അഭിപ്രായം താങ്കൾക്ക് പറയാം. രണ്ട് സൈഡ് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് സൈഡ് ഞാൻ പറഞ്ഞില്ലേ? ഇല്ല, താങ്കളെ ഇറാനിൽ കൊല്ലപ്പെട്ട 700 പേരുടെ ദുഃഖത്തെ കുറിച്ച് താങ്കൾ പറയുന്നില്ല. സമീപ രാജ്യങ്ങളിൽ കൊല്ലപ്പെട്ട 8 or 10 പേരുടെ ദുഃഖത്തെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. അതാണ് ഞാൻ ചോദിച്ചത്. രാഷ്ട്രങ്ങളില് പാവങ്ങൾ അനുഭവിക്കണ അതാരും ഇറാൻ മാത്രം, അല്ലാണ്ട് അമേരിക്ക ഇസ്രായേലോ അല്ലാത്തടത്തേക്ക് അറ്റാക്ക് ചെയ്യുന്നില്ലല്ലോ. ഈ ഇറാനാണല്ലോ ഈ അറ്റാക്ക് ചെയ്യുന്നത്. അമേരിക്കനെ കൺട്രോൾ ചെയ്തിട്ട് അമേരിക്കയുടെ മിലിറ്ററിയും ഇസ്രായേലിനും വേണ്ടിയിട്ട് ചെയ്യണം. പക്ഷെ അതില് നിരപരാധികളായിട്ടുള്ള ആൾക്കാർ എത്ര ആൾക്കാർ മരിക്കുന്നുണ്ട്? ഈ അമേരിക്കന് ഇസ്രായേലിന് കുറ്റം പറയുന്നുണ്ട്, ശരി. പക്ഷെ ഇവര് ചെയ്യണത് ഇവര് എത്ര സ്ഥലത്തേക്ക് അറ്റാക്ക് ചെയ്യണ? ശരി, ശ്രീജയൻ, ഒരു കാര്യം മനസ്സിലാക്കുക. ഈ അമേരിക്കയിലേക്കൊന്നും ആക്രമിച്ച് ഇവിടെ നിന്നൊരു മിസൈൽ തൊടുത്ത് അവർ ഒരു ബാലിസ്റ്റിക് മിസൈൽ അമേരിക്കയിലേക്ക് വിട്ട് അമേരിക്ക ഒന്ന് നശിപ്പിക്കാൻ തക്ക ശേഷിയൊന്നും ഇറാനുള്ളതായി ലോകത്തിന് അറിവില്ല. ചിലപ്പോൾ കൂടിപ്പോയാൽ 1500 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഇസ്രയേലിന് നേരെ ചിലപ്പോൾ നടന്നേക്കും, അല്ലെങ്കിൽ ലെബനനിൽ ഹിസ്ബുള്ള ചിലപ്പോൾ ആക്രമണം നടന്നേക്കും. അതിനപ്പുറത്തേക്ക് അമേരിക്കയിലേക്കൊന്നും, അമേരിക്കക്കാരത്തിൽ എപ്പോഴും സേഫാണ്. അമേരിക്കയിലേക്ക് ഇറാനിൽ നിന്നൊരു മിസൈൽ അയച്ച് അമേരിക്കയിൽ പോയി വീഴുക എന്നൊക്കെ പറഞ്ഞാൽ ഈ പുതിയ കാലത്ത് അതൊന്നും സാധ്യമാകുന്ന കാര്യമേ അല്ല. അമേരിക്കൻ മിലിറ്ററിയുടെ സംഭവത്തിലേക്കല്ല ഇവർ ചെയ്യുന്നത്. അതെ, അമേരിക്കൻ മിലിറ്ററിക്ക് താവളം ഒരുക്കിയിരിക്കുന്ന GCC രാജ്യങ്ങളുടെ ആ താവളങ്ങൾക്ക് നേരെയാണ് അവർ ആക്രമണം നടത്തുന്നത്. അറബ് രാഷ്ട്രങ്ങളിലേക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിരപരാധികൾ എത്ര പേർക്ക് പോകുന്നുണ്ട്? ശരി ജയൻ, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. അത് ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ, അതിനെ മാനിക്കുന്നു. ശ്രീ TPM റഹ്മാനാണ് മലപ്പുറത്തുനിന്ന്. ശ്രീ റഹ്മാൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കയിൽ നിൽക്കുന്ന ഒരു ജനത എന്ന് പറഞ്ഞാൽ മലയാളികൾ കൂടിയാണ്. ആ രാജ്യത്തെ അത്രത്തോളം മലയാളികൾ ഈ GCC രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരിൽ തന്നെ നല്ലൊരു ശതമാനവും മലയാളികൾ കൂടിയാണ്. താങ്കൾ എങ്ങനെ കാണുന്നു അവിടുത്തെ സ്ഥിതിഗതിയെ? നമസ്കാരം. നമസ്കാരം. അമേരിക്ക ഇപ്പം വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് പല രാജ്യങ്ങളുമായിട്ട് ഇതുപോലെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവരുടെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു? എന്നിട്ട് ഇപ്പൊ അവർ പറയുന്ന പോലെ ഇറാഖിനെ ആക്രമിച്ചു, അഫ്ഗാനെ ആക്രമിക്കുന്നു, മറ്റുള്ള താലിബാൻ, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ട് അമേരിക്ക പാവപ്പെട്ട നിരപരാധികളായ 10,000 കൊന്നൊടുക്കുന്നു, അമേരിക്കയും ഇസ്രായേലും ഒക്കെ. അതുകൊണ്ട് അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നുണ്ടോ? അവർ പറഞ്ഞ പോലെ അവിടുത്തെ
തീവ്രവാദം തുടച്ചു നീക്കാൻ കഴിഞ്ഞോ? ഇല്ലെങ്കിൽ തീവ്രവാദം എന്ന് പറയുന്നത് ഇറാഖിലോ ഒരു ഇറാനിലോ അഫ്ഗാനിസ്ഥാനിലോ മാത്രമുള്ള ഒരു സംഭവമാണോ തീവ്രവാദം? അമേരിക്കയിൽ തീവ്രവാദം ഇല്ലേ? ISIന്റെ ഉത്ഭവം എവിടെയാണ്? അപ്പൊ അവർക്കൊക്കെ ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. അമേരിക്കക്കും ഇസ്രായേലിനും ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. ഇപ്പൊ ഇറാനിനെ ആക്രമിക്കുന്നത് അവിടുത്തെ ആണവോർജം പറഞ്ഞു. അവർ പറയുന്ന കാരണം അതാണെങ്കിലും ആണവോർജത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇറാഖിനെയും ആക്രമിക്കാൻ അമേരിക്കക്ക് എന്ത് അധികാരമുണ്ട്? ഇസ്രായേലിന് എന്ത് അധികാരമുണ്ട്? അവരുടെ പക്കൽ ആണവോർജമില്ലേ? അവരത് ഉൽപ്പാദിപ്പിക്കുന്നില്ല, അവരത് ഉപയോഗപ്പെടുത്തുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് ഇറാനിന് ചെയ്തുകൂടാ? ഇതിലൊക്കെ വ്യക്തമായിട്ട് ഒരു ഹിഡൻ അജണ്ട ഈ രാഷ്ട്രങ്ങൾക്കൊക്കെ ഉണ്ട്. മുസ്ലിം രാഷ്ട്രങ്ങളെ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇറാഖിനെ ആക്രമിച്ചു, ഇറാഖ് തകർന്നു, ഇറാൻ ആക്രമിച്ചു. റഹ്മാൻ, പക്ഷേ മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ബാക്കി GCCയിലെ രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളൊക്കെയും ഇവരുടെ അമേരിക്കയുമായി വളരെ സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് മുസ്ലിം രാജ്യമായതുകൊണ്ടാണ് ഇറാനെ ആക്രമിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന UAEയും ഒമാനെയും ഒക്കെ ബഹ്റിനെയും ഒക്കെ ആക്രമിക്കട്ടെ. അത് അങ്ങനെ ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് കൊണ്ടാണ് ഇവരങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ കാര്യമായ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഇറാഖിനെ ആക്രമിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഇറാൻ ആക്രമിക്കാൻ ഇനി വരും. ഈ പറയുന്ന സൗദി അറേബ്യയും പിന്നെ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ഇറാന്റെ ശത്രുപക്ഷത്തും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പക്ഷത്തുമല്ലേ നിലനിൽക്കുന്നത്? ആ ഒരു പക്ഷത്ത് നിൽക്കുന്ന അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ അവർക്കുണ്ട്. ഈ പറയുന്ന ഈ മുസ്ലിം രാജ്യം ആയതുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കുന്നത് എന്ന് പറയുന്നതിൽ എന്താണ് അടിസ്ഥാനം എന്ന് മാത്രമേ ഞാൻ ചോദ്യമുള്ളൂ. അടിസ്ഥാനം ഈ പറയുന്നത് തന്നെയാണ്. മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്, മുസ്ലിം വിരോധികളാണ് അമേരിക്കയും ഈ പിന്നെ ഇസ്രായേലും. അവർക്ക് മുസ്ലിങ്ങളെ ഈ ലോകത്തിൽ ഉന്മൂലനം ചെയ്യാൻ ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ബാക്കി ബഹുഭൂരിപക്ഷം മുസ്ലിം രാജ്യങ്ങൾ എല്ലാം തൊട്ടടുത്ത് തന്നെ ഇറാൻ തൊട്ടടുത്ത് തന്നെയല്ലേ? ആ രാജ്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ഇറാനൊപ്പമല്ലല്ലോ. ഇറാനൊപ്പമല്ല. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അമേരിക്ക അവരെ കൂടെ നിൽക്കൽ അവർക്ക് ആവശ്യമാണ്. അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അമേരിക്കന്റെ സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന മുസ്ലിം എന്നുള്ള മതത്തിനപ്പുറത്തേക്ക് മറ്റു പല ലക്ഷ്യങ്ങളും മറ്റു പല കാരണങ്ങളും അല്ലേ എന്നുള്ളതാണ് എന്റെ സംശയം. ഇല്ല, മറ്റു പല കാരണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ആണവോർജത്തിന്റെ വിഷയം പറയുകയാണെങ്കിൽ അമേരിക്കന്റെ കയ്യിൽ ആണവോർജം ഇല്ലേ? ഇസ്രായേലിന്റെ കയ്യിലില്ലേ? പിന്നെ എന്തുകൊണ്ട്? അതേ എന്റെ ചോദ്യം. വൈ നോട്ട് ഇറാൻ? റഹ്മാന്റെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ബിനു ആണ്, മൂവാറ്റുപുഴയിൽ നിന്നാണ്. ശ്രീ ബിനു, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ലോക സാഹചര്യങ്ങളെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. നമുക്ക് നിലവിലുള്ള സാഹചര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ യുദ്ധം എന്തായാലും എവിടെ നടന്നാലും, ഇപ്പൊ ഇന്ത്യയിൽ നടന്നാലും ഏത് രാജ്യത്ത് നടന്നാലും നമുക്ക് അതിന്റെ നഷ്ടമുണ്ടാകുന്ന സാധാരണക്കാർക്കും, കുട്ടികൾ, സ്ത്രീകൾ, അതൊക്കെ തന്നെയാണ് ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ചോദ്യം അതല്ല. എന്തുകൊണ്ട് ഈ ഐക്യരാഷ്ട്രസഭ പോലുള്ള സംവിധാനം ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയാന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. കാരണം വെച്ചാൽ ഈ അമേരിക്ക പോലുള്ള സംവിധാനങ്ങളെ തടയിടുവാൻ വേണ്ടിയിട്ട് ഇത്തരം രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ചൈന, റഷ്യ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ. യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാണുന്നില്ല. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ താങ്കൾ. പിന്നെ മറ്റൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിലവിൽ ഇതിനകത്ത് അമേരിക്ക നേരിട്ടുള്ള ഒരു യുദ്ധമായിട്ട് കാണേണ്ടതില്ല. ഇസ്രയേലിന് വേണ്ടി നടത്തിയൊരു യുദ്ധം മാത്രമാണ്. നിലവിൽ ഇസ്രയേൽ അതിന്റെ ചുറ്റുവട്ടമുള്ള രാജ്യങ്ങളിലെല്ലാം ആക്രമണം നടത്തിയെങ്കിലും ഇറാനെ ആക്രമിക്കുവാനുള്ള ഒരു ശേഷി ഇസ്രയേലിന് ഒറ്റയ്ക്കില്ലാത്തത് കൊണ്ട് ഇസ്രയേലിന് വേണ്ടി അമേരിക്ക നടത്തിയുള്ള ഒരു ആക്രമണമായിട്ട് കണ്ടാൽ മതി ഇത്തരം ആക്രമണങ്ങളെ. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഈ ലോകരാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് അറബ് രാജ്യങ്ങൾ, പിന്നെ ഇറാന്റെ നമുക്ക് തോന്നിയ മറ്റൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാൻ അറബ് രാജ്യങ്ങളിലേക്ക് മിസൈലുകൾ അയച്ചത് അതൊരു തെറ്റായ നടപടിയായിരുന്നു. കാരണം കൂടെ നിൽക്കേണ്ടവരെ ശത്രുപക്ഷത്തേക്ക് മാറ്റി നിർത്തുന്നു. അതങ്ങനെയാണ്. അവർ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളല്ലല്ലോ. നേരത്തെ തന്നെ ഇറാനും ഗൾഫ് രാജ്യങ്ങളുമായി ഒരു തരത്തിലും നല്ല ബന്ധത്തിൽ ഉള്ള രാജ്യങ്ങളല്ല. രണ്ടുപേരും രണ്ട് തരത്തിൽ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരൊറ്റയാനെ പോലെ മുന്നോട്ട് പോവുകയായിരുന്നു. നിലവിലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്ക അടക്കമുള്ള സംവിധാനങ്ങളെ എതിർത്തുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഇറാൻ മാത്രമായിരുന്നു. അണുവായുധം സംഭരിക്കാനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും അവർ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇറാനെ തകർക്കേണ്ടത് ഇപ്പൊ ഇറാഖിനെ തകർത്തതുപോലെ ഇറാനെ തകർക്കേണ്ടതും ആവശ്യമായിരുന്നു. ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളുടെ ആവശ്യമായതുകൊണ്ട് ഇതൊരു യുദ്ധം അനിവാര്യമായിരുന്നു അവർക്ക്. പിന്നെ അതിനേക്കാളും ഉപരിയായിട്ട് ഇവിടെ ഒരു നല്ലൊരു ആയുധ കച്ചവടം നടക്കാൻ പോവുകയാണ്. ഇനി യുദ്ധങ്ങൾ എവിടെയൊക്കെ ഉണ്ടാകുന്നു അവിടെയൊക്കെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ആയുധങ്ങൾ രംഗത്ത് വരികയുള്ളൂ. ഇപ്പോൾ അവിടെ നടക്കുന്നത് ആയുധങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്, ടെക്നോളജികൾ തമ്മിലുള്ള. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലുള്ള ടെക്നോളജികളുടെ കുറവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ പുതിയ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു യുദ്ധം അനിവാര്യമാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക്.
അതും ഇവിടെ നടക്കുന്നുണ്ട്. ശരി, നമുക്കിവിടെ മെയിൻ ആയിട്ട് വേണ്ടത് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന സംവിധാനം നോക്കുകുത്തിയായി മാറുന്ന ഒരു സാഹചര്യമാണ് ലോകത്തിൽ കണ്ടുവരുന്നത്. അതിൽ സംവിധാനം ശക്തമാക്കിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ തടയിട്ടാൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ. ഇപ്പൊ അമേരിക്ക, ഇപ്പൊ നമുക്കറിയാം, ട്രംപ് അദ്ദേഹത്തിന് നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരു സുഖമില്ലാത്ത, പണ്ട് ഹിറ്റ്ലറെക്കാളും കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം വെച്ചാൽ പുള്ളി എന്ത് തീരുമാനം ഇന്ന് എടുക്കുന്നു, അത് പാസ്സാക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പൊ അതും വലിയൊരു പ്രശ്നമായിട്ട് ലോകത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി ഇനി നമുക്ക് ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് അമേരിക്കയുടെ ട്രംപ് തന്നെയായിരിക്കും. അദ്ദേഹം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ലോകത്തിൽ ഇനിയും പല സ്ഥലങ്ങളിലും പല പല യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ഇത് വലിയ ഒരു നമ്മുടെ ഇന്ത്യയിലടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളിലെ ജനങ്ങളെയും വ്യക്തമാണ്. ശ്രീ റസാഖാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ റസാഖ്, ഈ ഇറാന്റെ ഒരു അവസ്ഥ എന്താവും? അമേരിക്കയെ പോലെ ഒരു രാജ്യവും ഇസ്രായേലിനെ പോലെ ഒരു രാജ്യവും ഇറാനുമേൽ ഇനി വലിയ ആക്രമണത്തിന്റെ തരംഗം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇതിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ ഇറാനെ പോലെ രാജ്യത്തിന് കഴിയും? നമസ്കാരം. ഇറാനെ പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തിന്, അമേരിക്കനെ പോലെയുള്ള ഒരു രാജ്യത്തിനെ ഒന്നും അടിച്ചു തീർക്കാൻ കഴിയൂല, അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനോ ഒന്നും കഴിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അമേരിക്ക ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് ഇറാനെ ആക്രമിച്ചതോടുകൂടി GCC രാഷ്ട്രങ്ങൾക്കാണ് അതിന്റെ വിഷമങ്ങൾ ഉണ്ടായത്. കാരണം GCC രാഷ്ട്രങ്ങളിൽ ഒരുപാട് മലയാളികൾ പ്രവാസികളായിട്ട് ജോലി ചെയ്യുന്നു. അവർക്കെല്ലാം വളരെ വിഷമം നൽകുന്ന രീതിയിലാണ് ഇറാൻ GCC രാഷ്ട്രങ്ങളെ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. സംഭവം ഇതിപ്പം കേരളത്തിലെ എത്രയോ ജനങ്ങളുണ്ട്, കേരളത്തിൽ എത്രയോ പ്രവാസികളുണ്ട് ഈ ഇറാൻ ആക്രമിക്കുന്ന രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്നത്. അമേരിക്കയ്ക്ക് കുടപിടിക്കുന്ന രാജ്യങ്ങളെ മാത്രം അവരോട് ചേർക്കുകയും മറ്റുള്ളവരെ എതിർക്കുകയും ചെയ്യുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. അമേരിക്ക ഒരു കാലത്തും ഇങ്ങനെ നമുക്ക് ഇതേപോലെ ഐക്യരാഷ്ട്ര സഭ എന്നൊക്കെ പറഞ്ഞ് ലോകരാഷ്ട്രങ്ങളെ ഇങ്ങനെയുള്ള ആണവ സംവിധാനങ്ങളെല്ലാം പരിശോധിക്കാനും അത് നിയന്ത്രിക്കുവാനുമുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടല്ലോ. അതല്ലേ ചെയ്യേണ്ടത്, അതല്ലേ പരിശോധിച്ച് അത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, എത്രയും വേഗം ചാടി കയറി. വ്യക്തമാണ്. നമുക്ക് വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഈ രാജ്യം ഇങ്ങനെ ആയതിൽ എല്ലാ പൗരന്മാർക്കും പങ്കുണ്ട് എന്ന് ജിജു എസ് പറയുന്നു. NBS 7742 ചോദിക്കുന്നു, ചൈന എന്തിയെ എന്ന് ചോദിക്കുന്നു. പ്രസക്തമായൊരു ചോദ്യമാണ്. ലോകത്തെ വലിയ ശക്തിയായിട്ടൊക്കെ നിൽക്കുമ്പോഴും, ലോകത്തെവിടെയും അനീതി ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ആവശ്യമുള്ള ഘട്ടത്തിലോ ഒന്നും ഇടപെടാൻ ചൈന പലപ്പോഴും സ്വന്തം താല്പര്യത്തിനപ്പുറം തയ്യാറാവാത്ത ഒരു രാജ്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഹമാസിൻ്റെ ജോലി പൈപ്പ് പൊട്ടിച്ച് റോക്കറ്റ് വിടുക എങ്ങനെ ഇരിക്കണം എന്ന് അരുൺ കണ്ണൻ ചോദിക്കുന്നു. ബാലരാമപുരം ശിവദാസിനൊപ്പം ഒന്ന് ശ്രീജിത്ത് VA പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട കമൻറ്റുകൾ കൂടിയുണ്ട്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ അമേരിക്ക എന്ത് ചെയ്യാനെന്നാണ് അരുൺ കണ്ണൻ ചോദിക്കുന്നത്. കേരളത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഞാനും ബംഗാളിയും സുരക്ഷിതരാണെന്ന് ശക്തിമാൻ പറയുന്നു. അതിലെന്താണ് ഇവിടെ പ്രാധാന്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രവീൺ പറയുന്നു, കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഒറ്റപ്പെട്ട ആക്രമണം ഉണ്ടായി. ബഹ്റിൻ ജുഫേർ പോലെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഒറ്റപ്പെട്ട ആക്രമണം ഉണ്ടായെന്ന് പ്രവീൺ പറയുന്നു. പ്രവീൺ അവിടെ നിന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. ജയവും തോൽവിയല്ല ഇവിടെ പ്രധാനം, യുദ്ധമൊന്നിനും പരിഹാരമല്ല എന്ന് രഘുനന്ദനൻ തിരുവില്ലാമരം ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യ ആരുടെ കൂടെ നിൽക്കണമെന്ന് ട്രെൻഡ് ടൈഡ് ചോദിക്കുന്നു. അമേരിക്കയെ പോയി അടിയട ഇറാനെ എന്നൊക്കെ അരുൺ കണ്ണൻ പറയുന്നു. ആര് യുദ്ധം മുന്നോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് അൻവർ ചോദിക്കുന്നു. ഒരു സ്കൂളിൽ മിസൈൽ വെച്ച് നശിപ്പിച്ചു 100 കണക്കിന് പെൺകുട്ടികളെ കൊലപ്പെടുത്തിയപ്പോൾ ഇതൊക്കെ നമ്മുടെ മക്കളെന്ന് പറയാൻ ജയന് തോന്നിയില്ലല്ലോ എന്നാണ് ശ്രീദേവി ചോദിക്കുന്നത്. പിന്നീട് ജയനെതിരെ അതങ്ങനെ പറയുന്ന ആക്ഷേപം വായിക്കുന്നില്ല. ശിവാസൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. അപ്പോൾ ഇറാനെ പോയി മനുഷ്യത്വം പഠിപ്പിക്കുക എന്നൊക്കെയാണ് അരുൺ കണ്ണൻ പറയുന്നത്. അൽ ഗെയിമിംഗ് ജയ, അവിടെ US മിലിറ്ററി ബേസ് ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അൽ ഗെയിമിംഗ് ജയൻ പറഞ്ഞ അഭിപ്രായത്തോട്. ശിവദാസൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാര്യമാണ്, അത് കഴിഞ്ഞ് എല്ലാവർക്കും എല്ലാം ഉള്ളൂ എന്ന് ജയകുമാർ ചൂണ്ടിക്കാണി. അത് പ്രധാനം തന്നെയാണ്. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ, ലോകത്തെവിടെ മനുഷ്യൻ മരിച്ചാലും അത് നമ്മുടെ ദുഃഖമായി മാറണം എന്നൊക്കെ പറയുമ്പോഴും സ്വന്തം മക്കൾ അല്ലെങ്കിൽ സ്വന്തം ചോരയിലുള്ളവരും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ഒരിക്കുമ്പോൾ നമുക്ക് അതിൽ വൈകാരികത കൂടും എന്നുള്ളത് ഒരു മനുഷ്യ സഹജമായ യാഥാർത്ഥ്യമാണ്. US മിലിറ്ററി ബേസ് നശിപ്പിച്ചാൽ അമേരിക്കൻ അറ്റാക്ക് ഇറാനിൽ വരുന്നത് കുറയും എന്ന് പറയുന്നു. അവിടെ ഫ്ലാറ്റുകൾ
ഇറാന്റെ ഭാഗത്ത് തെറ്റുണ്ട്, അമേരിക്കയുടെ ഭാഗത്ത് തെറ്റുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്താൻ എല്ലാവരും പ്രാർത്ഥിക്കുക എന്നാണ് രാജേഷ് പറയുന്നത്. രജീഷിൻ്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ പ്രാർത്ഥിച്ചാൽ യുദ്ധം അവസാനിക്കുമായിരുന്നെങ്കിൽ എന്ന്. യുദ്ധങ്ങളെല്ലാം അവസാനിച്ചാലല്ലോ. അമേരിക്കയും ഇസ്രായേലിനെയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും ആക്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ സുനിൽകുമാർ ഒക്കെ നമസ്കാരമാണ് പറഞ്ഞിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന വൻകിട രാജ്യങ്ങൾക്കൊപ്പം നിന്ന് ചരിത്രമേ ഉള്ളൂ എന്ന് ശ്രീദേവി ചൂണ്ടിക്കാണിക്കുന്നു. രഞ്ജിത് കുമാർ, പണി ഇതുവരെ യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ടില്ല, തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ, ഇത് വെറും സാമ്പിൾ വെടിക്കെട്ടാണെന്നാണ് രഞ്ജിത് കുമാർ പറയുന്നത്. മുരളീധരൻ നായർ പറയുന്നു, ഒരു ഇസ്ലാം രാഷ്ട്രം ഇറാൻ ആണവശക്തിയാവുന്നത് ഇസ്രായേൽ അനുവദിക്കില്ല. പണ്ട് 1980-കളിൽ സൗദി അറേബ്യ ആണവ പ്ലാന്റുകൾ തകർത്തത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ രജീഷ്, യുദ്ധം കൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, യുദ്ധത്തിൽ ഒരു രാജ്യം ജയിച്ചാലും യഥാർത്ഥത്തിൽ ആരും ജയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യമെന്നുള്ളത് രജീഷ് പറയുന്നു. സായുജ്യം കമ്മ്യൂണിറ്റി ഹോം, ഐക്യരാഷ്ട്രസഭ എന്തിനാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്? എല്ലാ രാജ്യങ്ങളുടെയും ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴല്ലേ യുദ്ധത്തിന് വേണ്ടിയല്ലോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. ഹരിനാരായണൻ HPN പറയുന്നു, ഇറാനെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചൈന അഭ്യാസം കഴിഞ്ഞു മുങ്ങി എന്ന് പറയുന്നു. എന്തായാലും അങ്ങനെ കുറേ കമ്പനികൾ കൂടിയുണ്ട്. നമുക്ക് ഈ ചർച്ചയിലേക്ക് തന്നെ വളരെ വേഗത്തിൽ മടങ്ങി വരാം, ഒരു ചെറിയ ഇടവേളയിലേക്ക്. ആയിരക്കണക്കിന് മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ അധിവസിക്കുന്ന ഗൾഫ് രാജ്യങ്ങളാകെ ഇപ്പോൾ ഒരു യുദ്ധ ഭീഷണിയിൽ നിൽക്കുകയാണ്. വരാനിരിക്കുന്നത് യുദ്ധത്തിൻ്റെ വലിയ തരംഗങ്ങളാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഒക്കെ ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകുമോ, ഇറാൻ തകർന്നു വീഴുമോ, ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് പറയാം. കിരൺ സാർ, നമസ്കാരം. തകർന്ന സ്കൂൾ കെട്ടിടത്തിൽ തകർന്ന അതിന്റെ ഇടയിൽ കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ ആ കാഴ്ച ഏത് രാജ്യം ആയിക്കോട്ടെ സാർ, നമുക്കും കുഞ്ഞുങ്ങളുണ്ടല്ലോ, സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. ആദ്യമായി ന്യൂസ് 8 പറയണ ആ ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവേത് കാണിക്കാതിരിക്കുക സാർ. അതോടൊപ്പം തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒമാനെ മുൻനിർത്തി ഇന്ത്യക്ക് എന്താന്ന് വെച്ചാൽ ഒരു മധ്യസ്ഥ ശ്രമം നടത്താവുന്നതേ ഉള്ളൂ, പക്ഷെ അനങ്ങി കാണുന്നില്ല സാർ. അതുപോലെ തന്നെ GCC എന്തൊക്കെയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു, അവരും ഒന്നും ചെയ്ത് കാണുന്നില്ല. ഒരു വല്ലാത്ത അവസ്ഥയിലാണ് സാർ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികളായ ആൾക്കാരുടെ കുടുംബങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിലും വിഷമത്തിലുമാണ്, ഞാൻ ഉൾപ്പെടെ. ഓക്കെ സാർ. ശരി. ശ്രീ ഹരിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ഹരി, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ലോക സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? ഹരിയുടെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾക്ക് പറയാം. പശ്ചിമേഷ്യ ആകെ സംഘർഷത്തിന്റെ കനക്കുന്നു എന്ന രൂപത്തിലാണ് വാർത്താ ചാനലുകൾ, നിങ്ങളടക്കമുള്ള വാർത്താ ചാനലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, ഇറാന്റെ ചുറ്റുമുള്ളത് ഗൾഫ് രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരന്മാർ നിറയെയുണ്ട്, എല്ലാ ഇടങ്ങളിലുമുണ്ട്. അവരൊക്കെ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും സംഘർഷത്തിലുമാണ്. അതുകൊണ്ട് തന്നെ എനിക്കെന്റെ പ്രേക്ഷകരോട് ആദ്യമായി പറയാനുള്ളത് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം, നമുക്കതേ ചെയ്യാനുള്ളൂ. അവർ വേദനിക്കുമ്പോൾ നമ്മൾ പ്രയാസപ്പെടുന്നു, നമ്മൾ പ്രയാസപ്പെടുമ്പോൾ അവർ ദുഃഖിക്കുന്നു. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്ത് തന്നെയായാലും ചില സംഗതികൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്റെ നാട്ടുകാരൻ നേരത്തെ അഖുൽ പറഞ്ഞതിൽ എടുത്തു വെച്ച് തന്നെയാണ് ഞാനും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇത് അമേരിക്ക ഇസ്രായേലിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ സാമ്രാജ്യത്വം വികസിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു യുദ്ധമാണ്. അതല്ലാതെ ഇവർ പറയുന്നതൊന്നുമല്ല കാര്യങ്ങൾ. അറിയാലോ, ഇറാഖിൽ അവർ പറഞ്ഞതും പൊള്ളയായിരുന്നു എന്നാണല്ലോ. ആണവായുധമുണ്ട്, ആ ആണവായുധം ലോക ജനതയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് വരും, ഭീഷണിയായിട്ട് വരും എന്ന് പറഞ്ഞ് ഇറാഖിനെ തകർത്തു. ആ രീതിയിലാണ് ഇപ്പോൾ 23 രാജ്യങ്ങളെ തകർത്ത് തന്റെ ചൊൽപ്പടിയിൽ നിർത്തിയിരിക്കുകയാണ് അമേരിക്ക. അതേപോലെ ഓരോ രാജ്യത്തെ തങ്ങൾക്കെതിരിൽ മാത്രമല്ല ശക്തരായ രാഷ്ട്രങ്ങളെ ഒക്കെ നശിപ്പിച്ച് അവരുടെ വരുതിയിൽ കൊണ്ടുവരും, അവരുടെ സമ്പത്ത് മുഴുവൻ ഊറ്റിക്കുടിക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴുള്ള യുദ്ധവും എന്ന് നാം മനസ്സിലാക്കണം. ലോകരാഷ്ട്ര നേതാക്കന്മാർ, നിങ്ങൾ കണ്ണു തുറക്കണം, നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് ഇറാൻ ആണെങ്കിൽ നാളെ റഷ്യയാണ്, അത് കഴിഞ്ഞാൽ ചൈനയാണ്, പിന്നെ എല്ലാ ഇടങ്ങളിലും അവർ ചെന്നെത്തും. എല്ലാ രാഷ്ട്രങ്ങളെയും വരുതിയിലാക്കി ലോക പോലീസ് ചമയാനുള്ള
ശ്രമമാണ് നടക്കുന്നതെന്നുള്ള ആ ഒരു ചിന്ത എല്ലാ ലോക രാഷ്ട്ര നേതാക്കളുടെയും മനസ്സിൽ വന്നെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ. എല്ലാ ലോക നേതാക്കളും എല്ലാവരും ഇതിൽ മുൻകൈയെടുക്കുകയും ഈ യുദ്ധം അവസാനിപ്പിക്കുകയും ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തില്ലെങ്കിൽ ലോകം മുഴുവൻ നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആര് പോയാലും ആര് നഷ്ടപ്പെട്ടാലും കുഞ്ഞുങ്ങൾ കിടക്കുന്ന രംഗമൊക്കെ നിങ്ങൾ കാണിക്കുമ്പോൾ കരളി പിടക്കുകയാണ്. എത്ര കുഞ്ഞുങ്ങളാണ്, എന്ത് തെറ്റാണ് അവർ ചെയ്തത്, എന്ത് പാവമാണ് ചെയ്തത്. ശക്തമായ അഭിപ്രായ പ്രകടനവുമാണ് ശ്രീ റഷീദിൻ്റെത്. ശ്രീ അനിൽകുമാറാണ് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ അനിൽകുമാർ, ആശങ്കയിൽ നിൽക്കുകയാണ് ലോകം, പ്രത്യേകിച്ച് ഇന്ത്യയും മലയാളികളും ഒക്കെ. വൈകാരികമായ നമ്മുടെ ബന്ധുക്കളെല്ലാം ഏറെയുള്ള സ്ഥലത്തെ വിഷയമാകുമ്പോൾ അത്തരം ഒരു ആശങ്ക കൂടിയുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കറക്റ്റാണ്. യുദ്ധം ആർക്കും വേണ്ട, ആർക്കും നോബഡി വാണ്ട്സ് എ വാർ. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ കേരളയിൽ നോക്കുമ്പോൾ ഈ റാലീസ് എടുക്കുന്നത് ഓൺലി അഗേൻസ്റ്റ് ഫോർ ഇറാൻ. ഈ എത്രയോ മലയാളികൾ മുഴുവൻ ഗൾഫിലുള്ളവർക്ക് വേണ്ടിയിട്ട് നോബഡി ഈസ് ബോധേഡ് അല്ലേ? ഈ റാലി നടക്കുന്നത് ആര് വേണ്ടിയിട്ട്? ഈ ഗൾഫിലുള്ള മലയാളികളെ വെടിവെച്ച് ഈ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നതിന് ഒരു റാലി ഇല്ല, നോ പ്രൊട്ടസ്റ്റ്, നത്തിങ്. ശ്രീ അനിൽകുമാർ, ഗൾഫിലുള്ള ആളുകളുടെ ദുഃഖം തന്നെ നമ്മുടെ ദുഃഖം തന്നെയാണ്, എല്ലാ മലയാളികളുടെയും ദുഃഖം തന്നെയാണ്. അതുകൊണ്ടാണ് മലയാളികൾ കൂടുതൽ ആശങ്കപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളിടത്തല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. അതല്ല പക്ഷെ അതിന്റെ അർത്ഥം യു ആർ ട്രൈങ് ടു, ദാറ്റ് മീൻസ് ഗൾഫിലുള്ള മലയാളികൾക്ക് സപ്പോർട്ട് ആവശ്യമില്ല. ഗൾഫിലുള്ള മലയാളികളെ സപ്പോർട്ട് ചെയ്ത് ഗൾഫിൽ ഒരു കാരണവശാൽ നമ്മുടെ ചർച്ച തന്നെ എടുത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ലോകത്ത് യുദ്ധത്തെക്കുറിച്ച് വരുമ്പോൾ ഇതിൽ വൈകാരികമായി മലയാളിക്ക് പ്രശ്നമുണ്ടാകുന്നത് മലയാളികൾ കൂടുതൽ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ GCC കൺട്രീസ് എന്നുള്ളത് കൊണ്ടുകൂടിയാണല്ലോ. അപ്പോൾ അതിൽ മലയാളികൾക്ക് ആർക്കും ആശങ്കയില്ല എന്നൊക്കെ താങ്കൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ജസ്റ്റിഫൈഡ് മാരിയായിരിക്കുകയാണ് ഇപ്പോ. ഇറാൻ ക്യാൻ അറ്റാക്ക് ഇസ്രായേൽ ബട്ട് നോട്ട് ഗൾഫ്. ഇപ്പോൾ ഇറാനെ അവരെ ആക്രമിക്കാനുള്ള കാരണം ഈ GCC രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ ബേസുകളുണ്ട് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും അവർക്ക് അമേരിക്കയെ പോയി ഇത്രയും വിദൂരമായ ദേശത്ത് കിടക്കുന്ന അമേരിക്കയിലേക്ക് ആക്രമിക്കാനുള്ള ശേഷിയൊന്നും ഇറാനെ സംബന്ധിച്ചുള്ളതായി ലോകത്തിന് അറിവില്ല. സ്വാഭാവികമായും അവരുടെ ബേസുകളുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലേക്കായിരിക്കില്ലേ അവർ ആക്രമിക്കുന്നത്. അത് ഒരു യുദ്ധത്തിൽ ഉണ്ടാകാവുന്നതല്ലേ? GCC രാജ്യങ്ങൾ ദേ ഹാവ് നോട്ട് അറ്റാക്ട്. ആ സെൽഫ് ഡിഫെൻസ് മാത്രമാണ് അവർ ദേ ഹാവ് റിയാക്റ്റഡ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ അനിൽകുമാർ. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, ഈ അമേരിക്കയിൽ നിന്ന് ട്രംപും ഇസ്രായേലിൽ നിന്ന് നെതന്യാഹുവും പറയുന്നത് ഇനി വരാൻ പോകുന്നത് വലിയ യുദ്ധമാണ്, അല്ലെങ്കിൽ അവരുടെ അവസാനിക്കുന്നില്ല അവരുടെ യുദ്ധക്കൊതി. എങ്ങനെയാണ് താങ്കൾ ഇതിനോട് പ്രതികരിക്കുന്നത്? നമസ്കാരം കിരൺജി. നമസ്കാരം. ഞാൻ 4 മണി തൊട്ടിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ എളിയൊരു അഭിപ്രായം പറയാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഇപ്പോഴാണ് കിട്ടിയത് സമയം. ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന നീചൻ തന്നെ, ഞാൻ ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ്. അയാളുടെ വാക്കൊന്നും വേറെ പറഞ്ഞ മാതിരി രാവിലെ ഉറങ്ങി നീച്ച് വരുമ്പോ എന്താ ചിന്തിക്കുന്ന വെച്ചാൽ അത് അയാൾ പറയും, അയാൾ പ്രാവർത്തികമാക്കാൻ നോക്കും. ഇപ്പൊ 2024 ഇലക്ഷൻ സമയത്ത് പറഞ്ഞ് ഞാൻ യുദ്ധങ്ങളൊന്നും തുടങ്ങില്ല, ആരും ഞാൻ യുദ്ധം ചെയ്യില്ല, ഒരു രാജ്യത്തോടും ഞാൻ യുദ്ധം ചെയ്യില്ല, എല്ലാ യുദ്ധങ്ങളും ഞാൻ നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ മുൻകൈ എടുക്കാന്ന് പറഞ്ഞ ആള് 7 രാജ്യങ്ങളായിട്ട് യുദ്ധം ചെയ്തില്ലേ? 7 രാജ്യങ്ങളായിട്ട് യുദ്ധം ചെയ്തു എന്നാണ് എന്റെ അറിവ്. കഴിഞ്ഞാൽ കൂടുതലുണ്ടോന്ന് അറിയില്ല, കുറയില്ല. എന്തായാലും 6 or 7 രാജ്യങ്ങളായിട്ട് ഇയാൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലാസ്റ്റ് ആളാണ് ഇപ്പൊ ഇറാന്. തന്റെ ഉണ്ടെങ്കിൽ ഇയാള് ധൈര്യമായിട്ട് ഇരുന്നിട്ട് അമേരിക്കയിൽ ഇരുന്നിട്ട് മറ്റേ ഇസ്രായേലിന്റെ കൂടെ വന്നിട്ട് ഇറാനെ ആക്രമിക്കല്ല വേണ്ട. ഇറാൻ അത്ര നല്ല രാജ്യമായിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറയാന്ന് വെച്ചാൽ ഡോണ്ട് കിൽ ദി സിവിലിയൻസ്, ഡോണ്ട് കിൽ ദി ചിൽഡ്രൻസ്. ഇതൊരു വലിയൊരു ഇത് തന്നെയാണ്. ഭയങ്കര സങ്കടമാണ് കാഴ്ചകൾ കാണാൻ സാധിച്ചില്ല കിരൺജി. കുട്ടികളും മക്കളും. ഗോപകുമാറിന്റെ അഭിപ്രായം വളരെ പ്രസക്തമായ അഭിപ്രായം തന്നെയാണ്. ലോകത്തിന് മേൽ അമേരിക്ക ഇത്തരം ആക്രമണം അയച്ചു വിടുമ്പോൾ അതിനെതിരായ ഒരു പ്രതിരോധം കൂടിയാണ് ശ്രീ ഗോപകുമാറിൻ്റേത്. ശ്രീ ബിനോയാണ് കൊല്ലം. ശ്രീ ബിനോയ്, നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നതുകൊണ്ടാണ് വേഗത്തിൽ താങ്കൾക്ക് പ്രതികരിക്കാം. നമസ്കാരം കിരൺ. അത് നമുക്ക് ഈ ട്രംപ് ഒരു ലോകത്തെ ഒരു യുദ്ധക്കുതിയനായി മാറുകയാണ്. സത്യത്തിൽ ഒരു കാരണവശാലും ഇപ്പോൾ ഇറാനെ ആക്രമിക്കേണ്ട ഒരവസ്ഥയും ഇല്ല. പശ്ചിമേഷ്യയെ എങ്ങനെയാണോ ബുദ്ധിമുട്ടിക്കേണ്ടത് ആ രീതിയിലെല്ലാം അദ്ദേഹം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യ ശക്തമായി ഇതിനകത്ത് ഇടപെടണം. നമ്മളെ ഡയറക്റ്റ് നമ്മളെ ബാധിക്കത്തില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ 100 കണക്കിന് 1000 ലക്ഷക്കണക്കിന് 1.5 കോടി ഇന്ത്യക്കാരാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും
ഇത് ശക്തമായി ഇത് സമാധാന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. നെതന്യാഹുവും ട്രംപും ഒക്കെ നമ്മളെ പശ്ചിമേഷ്യ രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതിന്റെ ഒരു ന്യൂട്രലാണ് ഇപ്പോൾ അവർ കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളെല്ലാം യുദ്ധം ഏതു വിധേനയും അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഈ നടപടി എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരമൊരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തിയവരും ചിലരെങ്കിലും അങ്ങനെയല്ല, ഇറാനെ പോലൊരു രാജ്യം ഇത് അർഹിക്കുന്നതാണ് എന്ന് പറഞ്ഞവരുമൊക്കെ ഉണ്ട്. വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു. അപ്പോഴും ആരും യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. യുദ്ധം എന്നത് മാനവരാശിക്ക് തന്നെ വിനാശകരമാണ്. അത് ഏതു വിധേനയും അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് എല്ലാ മനുഷ്യരും ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഘടകം തന്നെയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.